ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. നിങ്ങൾക്കറിയുന്നതുപോലെ വളരെ സമാധാനപരമായി ചേലക്കരയിലും വയനാട്ടിലും ഉപതെരഞ്ഞെടുപ്പ് നടന്നു. സന്തോഷം, പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ സമാധാനപരമായി കഴിഞ്ഞു. എന്നാൽ ഇന്ന് EP-യുടെ ആത്മകഥയാണ് ഇന്ന് ഏറ്റവും വലിയ ചർച്ചാ വിഷയമായ സംഭവം. പരിപ്പുവടയും കട്ടൻ ചായയും അത് കേരള രാഷ്ട്രീയത്തിൽ വീണിങ്ങനെ പൊട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. 24 ആണ് ഈ വാർത്ത പുറത്തുവിട്ടത്. തീർച്ചയായിട്ടും ഇന്ന് ഈ പോളിംഗ് ഡേയിൽ അതൊരു വലിയ വാർത്തയായി ഇന്ന് എല്ലാ TV ചാനലുകളിലും സംവാദ വിഷയം ഇന്ന് ഇത് തന്നെയാണ്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ആരംഭിക്കുന്നു പ്രൈം ടൈം വിത്ത് SKN. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. വോട്ടെടുപ്പ് ദിനത്തിലും വൻ വാർത്തകൾ 24 പ്രേക്ഷകർ അറിഞ്ഞ പകലാണ് കടന്നുപോയത്. ഇന്നത്തെ വാർത്തകൾ മുഴുവൻ, അതുപോലെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, നാളത്തെ സാധ്യതകൾ എല്ലാം 1.5 മണിക്കൂറിൽ അറിഞ്ഞതും കണ്ടതും മാത്രമല്ല അറിയേണ്ടതും കാണേണ്ടതുമെല്ലാം നമുക്ക് തുടങ്ങാം. പ്രൈം ടൈം വിത്ത് SKN തുടരുന്നു. വിധി എഴുതി വയനാടും ചേലക്കരയും. കേരളപ്പോര് പവേർഡ് ബൈ കേരള മാക്സിവ ഗോൾഡ് ലോൺ. പുരോഗതിയുടെ ആനന്ദം എല്ലാവർക്കും. Co-sponsored by Bima Jewels 100th Anniversary Super Surprise. വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇതുവരെ 64.27% പോളിംഗ് ഉണ്ടായി. ഭൂരിപക്ഷം ജനങ്ങൾ തീരുമാനിക്കുന്നതെന്ന് UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി ഇന്ന് 24 പ്രതികരിച്ചു. മികച്ച പ്രകടനം നടത്തുമെന്ന് LDF സ്ഥാനാർത്ഥി സത്യൻ മൊകേരിയും NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. വയനാട്ടിൽ പ്രചരണ രംഗത്തെ ആവേശം വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചില്ല. പോളിംഗ് ശതമാനത്തിൽ ഇടിവ്. റെക്കോർഡ് ഭൂരിപക്ഷം അവകാശപ്പെട്ട UDF-ന് പ്രതീക്ഷ പകരുന്നതല്ല പോളിംഗ് ശതമാനം. പോൾ ചെയ്യപ്പെടാത്തത് LDF വോട്ടുകളെന്ന് UDF വാദം. വോട്ട് നഷ്ടം UDF-നെന്ന് ഇടതുമുന്നണി. ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള വിമുഖത പ്രകടമായതെന്ന് വിലയിരുത്തൽ. ഭൂരിപക്ഷം ജനം നിശ്ചയിക്കുമെന്ന് പ്രിയങ്ക ഗാന്ധി. The people of Wayanad gave him their wholehearted support. They encouraged him. They gave him the strength to carry on, and I think they gave him the strength to do the Bharat Jodo Yatra. So I think it's for us, we are very grateful. No, I don't have any such expectation. Whatever the people decide is good for me. വോട്ട് വർധനയെന്ന പ്രതീക്ഷയിലാണ് LDF. ശക്തമായ ഒരു പ്രതിഷേധം ഉയർന്നു വന്നിട്ടുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പ് പ്രതിഫലിക്കും. മികച്ച പ്രകടനം ഉറപ്പെന്ന് BJP. BJP-യുടെ നിശ്ചയിച്ചിട്ടുള്ള വോട്ടുകൾ കംപ്ലീറ്റ് പോളായി കഴിഞ്ഞിട്ടുണ്ട്. ഈ 62% ആയിട്ടുള്ളെങ്കിലും BJP-യുടെ വോട്ടിൽ ഒരു ഇടിവും ഇതുവരെ വന്നിട്ടില്ല. പോളിംഗ് ശതമാനത്തിലെ കുറവ് മുന്നണികളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്നുണ്ട്. 24 വയനാട്. വയനാട്ടിൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് വിജയത്തെ ബാധിക്കില്ലെന്നാണ് മുന്നണികളുടെ അവകാശവാദം. മുൻ വർഷത്തേക്കാൾ ഭൂരിപക്ഷം ഇത്തവണ UDF-ന് ഉണ്ടാകുമെന്ന് T. സിദ്ദീഖ് MLA പറഞ്ഞു. പോളിംഗ് ശതമാനം കുറയാൻ കാരണം രാഷ്ട്രീയ വിഷയങ്ങൾ ഉന്നയിക്കാതെ UDF നടത്തിയ പ്രചാരണമെന്ന് വയനാട് LDF സ്ഥാനാർത്ഥി സത്യൻ മൊകേരിയും പറയുന്നു. ദീപക് തർമ്മണം വയനാട്ടിൽ നിന്ന് തത്സമയം ചേരുകയാണ്. ദീപക്, വിശദാംശങ്ങൾ. SKN രാവിലെ പ്രിയങ്ക ഗാന്ധി നമുക്ക് അനുവദിച്ച ആ ചെറു അഭിമുഖത്തിൽ ഞാൻ സ്പെസിഫിക്കായി ചോദിച്ച ചോദ്യം, വലിയ രീതിയിലുള്ള അവകാശവാദങ്ങളുണ്ട്, ക്ഷമിക്കണം, അതുകൊണ്ട് തന്നെ താങ്കൾ അങ്ങയുടെ സഹോദരനേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിലാണോ വിജയിക്കുക എന്നുള്ളതായിരുന്നു. എന്താണ് അങ്ങയുടെ പ്രതീക്ഷ? അപ്പോൾ പറഞ്ഞത്, എനിക്ക് അത്തരത്തിലുള്ള പ്രതീക്ഷകളില്ല. വയനാട്ടിലെ ജനങ്ങൾ എന്നെ സ്നേഹിക്കുന്നു, അവരെന്താണോ തീരുമാനിക്കുന്നത് അതാണ് എനിക്കുചിതമെന്നാണ്. ഒരുപക്ഷെ ഇപ്പോൾ ഈ പോളിംഗ് ശതമാനത്തിലെ വലിയ കുറവ് 64.71% എത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ, അതായത് 80% പോളിംഗ് ആയിരുന്നു ആദ്യം രാഹുൽ ഗാന്ധി ഒന്നാം ഘട്ട മത്സരം. അത് കഴിഞ്ഞ് അത് 73-ലെത്തി. ഇപ്പോൾ 64.71. ഈ പോളിംഗ് ശതമാനത്തിലെ ഇടിവ് മുൻ കണക്കുകൾ പരിശോധിച്ചാലും സാധാരണ നമ്മുടെ തെരഞ്ഞെടുപ്പ് വിശകലനത്തിലും അത് UDF-ന് പ്രതികൂലം തന്നെയാണ്. ഒരുപക്ഷെ റെക്കോർഡ് ബ്രേക്ക് ചെയ്തുകൊണ്ട് സഹോദരനേക്കാൾ വർദ്ധിത ഭൂരിപക്ഷത്തിൽ ഡൽഹിയിലേക്ക് പ്രിയങ്ക ഗാന്ധി പോകുമെന്ന പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നതാണ് ഈ കണക്കുകൾ എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ അതേ സമയത്ത് തന്നെ UDF ക്യാമ്പ് ആത്മവിശ്വാസം ഇപ്പോഴും പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും T. സിദ്ദീഖ് MLA, ആ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന സിദ്ദീഖ് വളരെ കൃത്യമായ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. മറ്റൊന്ന്, സത്യൻ മൊകേരി, ഇടതുമുന്നണി സ്ഥാനാർത്ഥി, ആ മണ്ണിൻ്റെ മണം കൃത്യമായി അറിയാവുന്നൊരു കർഷക നേതാവാണ്. അദ്ദേഹം പറയുന്നത് UDF-നെതിരായ, പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി ഈ സ്ഥാനാർത്ഥിത്വത്തിൽ വരുന്നു, അത് കഴിഞ്ഞ് രാജിവെച്ച് MP ആയതിനു ശേഷം രാജിവെക്കുന്നു, സഹോദരി അയക്കുന്നു, ഇതിലെതിരായ
പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധ വോട്ടാണ് ഈ വോട്ട് ശതമാനത്തിലെ ചോർച്ച. BJPയുടെ നവ്യ ഹരിദാസ് പറഞ്ഞത് BJP കൃത്യമായി അവരുടെ വോട്ടുകൾ പെട്ടിയിലാക്കി എന്നുള്ളതാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും, കാടടച്ചുള്ള പ്രചരണമായിരുന്നു. ഈ പതിതാളത്തിൽ തുടങ്ങി വലിയ രീതിയിലേക്കുള്ള ആവേശത്തിലേക്ക് ഇലക്ഷൻ്റെ താളം മാറി. പക്ഷേ ആ പ്രചരണങ്ങളൊന്നും സാധാരണ ജനങ്ങളെ കൃത്യമായി പോളിംഗ് സ്റ്റേഷനിൽ എത്തിക്കാൻ ഉപകരിച്ചില്ല. ദേശീയ നേതാക്കൾ വന്ന് റാലികളും റോഡ് ഷോയും നടത്തിയത് കൊണ്ടൊന്നും ജനം പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് ഈ പോളിംഗ് ശതമാനത്തിൻ്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ ഇനിയുള്ള ബൂത്ത് തിരിച്ചുള്ള കണക്കുകളൊക്കെ വരുമ്പോൾ UDF കേന്ദ്രങ്ങളിലും LDF കേന്ദ്രങ്ങളിൽ എങ്ങനെ മാറ്റം എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായ ഡീറ്റെയിലേക്ക് പ്രാദേശിക തലത്തിലേക്ക് പോകേണ്ടതുണ്ട്. പക്ഷേ പ്രാഥമികമായി ലഭിക്കുന്ന വിവരമനുസരിച്ച് UDF കോട്ടകളിലാണ് പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ അതേ സമയത്ത് തന്നെ ലീഗ് കോട്ടകളിലെല്ലാം കൃത്യമായി പോൾ ചെയ്യപ്പെട്ടു എന്നുള്ള വിവരവുമാണ് ലഭിക്കുന്നത്. ഇതിൻ്റെ കൃത്യമായ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തു വരുന്നതേയുള്ളൂ. പക്ഷേ ഏതായാലും ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്നു, വലിയ കാടിടക്കിയുള്ള പ്രചരണം, മലമടക്കുകളെ ആവേശം കൊള്ളിച്ച പ്രചരണം കൊണ്ടൊന്നും ജനം കൃത്യമായി പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ്. 6 വർഷം മുമ്പുള്ള 80% പോളിംഗിൽ നിന്നും ഇപ്പോൾ 64.71, 65% തികയ്ക്കാത്ത പോളിംഗ് ശതമാനത്തിലേക്ക് എത്തിയത് എന്നുള്ളത് വസ്തുതയാണ്. ഒരുപക്ഷേ പ്രിയങ്ക ഗാന്ധി ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കണം നമ്മളോട് 24നോട് ഇന്ന് ചുരത്തിൽ വെച്ച് സംസാരിക്കുമ്പോൾ അവർ പ്രതികരിച്ചത്, ഞാൻ അത്തരമൊരു പ്രതീക്ഷയിലല്ല, അതായത് വർദ്ധിത ഭൂരിപക്ഷം ഉണ്ടാക്കുക, സഹോദരൻ്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യുക എന്ന പ്രതീക്ഷയിലല്ല എന്നുള്ളതാണ് 24നോട് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്. അതുകൂടി കൂട്ടി വായിക്കുമ്പോൾ ഇത് UDFന് അത്രമേൽ വലിയ പ്രതീക്ഷ നൽകുന്നതല്ല കണക്കുകൾ. SKN. ഓക്കെ, താങ്ക് യു ദീപക് തിരുമണം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായുള്ള ബൂത്തിൽ കള്ളവോട്ട് നടന്നു എന്ന പരാതി. നബീസ് അബൂബക്കർ എന്നയാളുടെ വോട്ടാണ് മറ്റൊരാൾ മാറി ചെയ്തത്. 168 നമ്പർ ബൂത്തിൽ ഇവർ വോട്ട് ചെയ്യാൻ 5 മണിയോടെ എത്തിയപ്പോഴാണ് വിവരം അറിയുന്നത്. ഹാഷ്മി താജ് ഇബ്രാഹിം നമുക്കൊപ്പം ചേരുകയാണ് വയനാട്ടിൽ നിന്ന്. ഹാഷ്മി, ഈ കള്ളവോട്ട് ചെയ്യാനുള്ള ശ്രമം ആർക്കും പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല, കള്ളവോട്ട് ചെയ്തു പോയി എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? SKN ഉറപ്പായും രാവിലെ മുതൽ തന്നെ ഈ പോളിംഗ് ശതമാനം വല്ലാതെ കുറഞ്ഞെങ്കിലും പോളിംഗ് ബൂത്തുകൾ ഏതാണ്ട് ശുഷ്കമായിരുന്നെങ്കിലും സമാധാനപൂർവ്വവും ശാന്തവുമായി കടന്നു പോവുകയായിരുന്നു തെരഞ്ഞെടുപ്പ്. പക്ഷേ അങ്ങനെ കാര്യമായ അസ്വാസ്ഥ്യങ്ങളോ കാര്യമായ കള്ളവോട്ട് ആരോപണങ്ങളോ EVM-നെ കുറിച്ചുള്ള കാര്യമായ വലിയ പരാതികളോ ഒന്നും കേട്ടില്ല വയനാട് ലോക്സഭ മണ്ഡലത്തിൽ. പക്ഷേ വൈകുന്നേരമായപ്പോഴാണ് നേരത്തെ SKN പറഞ്ഞ ഈ പറഞ്ഞ പരാതി ഉണ്ടാകുന്നത്. മേപ്പാടി മുണ്ടക്കൈ ദുരന്തബാധിതർക്കുള്ള ബൂത്തിലാണ് ആ കള്ളവോട്ട് രേഖപ്പെടുത്തപ്പെട്ടത്. നബീസ അബൂബക്കർ എന്നയാൾ വോട്ട് ചെയ്യാനെത്തി. 168 നമ്പർ ബൂത്തിലാണ് അവർ വോട്ട് ചെയ്യാനെത്തി. 5 മണിയോടെയാണ് അവർ വോട്ട് ചെയ്യാനെത്തിയത്. അവർ വോട്ട് ചെയ്യാനെത്തിയപ്പോഴേക്കും അവരുടെ വോട്ട് മറ്റാരോ ചെയ്ത് മടങ്ങി എന്ന കാര്യം അറിഞ്ഞു. 198 ക്രമനമ്പർ വോട്ടാണ് മറ്റൊരാൾ, ഇപ്പോൾ നബീസ അബൂബക്കറിന്റെ വോട്ടാണ് മറ്റൊരാൾ ചെയ്ത് മടങ്ങിയത്. അതാരാണ് എന്ന് കണ്ടുപിടിക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. വെബ്കാസ്റ്റിംഗ് പരിശോധന തുടങ്ങി നാളെയോടുകൂടി പരിശോധിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ടി സിദ്ദിഖിനോട് ചോദ്യം വാർത്താ സമ്മേളനത്തിലുണ്ടായി. ടി സിദ്ദിഖ് പറഞ്ഞത് അതൊക്കെ പരിശോധിക്കട്ടെ എന്നാണ് പറഞ്ഞത്. SKN യഥാർത്ഥത്തിൽ ഈ പറയുന്ന കള്ളവോട്ടൊന്നുമല്ല മുന്നണികളെ ഇവിടെ അസ്വസ്ഥപ്പെടുത്തുന്നത്. അക്ഷരാർത്ഥത്തിൽ ഈ പറയുന്ന ഏറ്റവും കുറഞ്ഞ പോളിംഗ് ശതമാനം 3 മുന്നണികളെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുന്നു. സത്യൻമോഹരിയുടെ വാർത്താ സമ്മേളനം നമ്മൾ പോയിരുന്നു. SKN സത്യൻമോഹരി പറയുന്നത് ഇത് UDF-നാണ് 100% തിരിച്ചടി, LDF-ന് 100% വോട്ട് അവരുടെ ആ പെട്ടിയിലേക്ക് വീണിട്ടുണ്ട് എന്ന് പറയുന്നു. എന്നവർ പറയുമ്പോൾ പോലും LDF-നും UDF-നും NDA ക്യാമ്പിനും ഒരുപോലെ അസ്വാസ്ഥ്യം ഉണ്ടാക്കുന്നതിന് കാരണം ഈ പറയുന്ന 5 ലക്ഷം ഭൂരിപക്ഷം എന്നുള്ളത് എത്ര ഭൂരിപക്ഷം എന്നറിയാതെ അങ്കലാപ്പിൽ നിൽക്കുന്നു UDF ക്യാമ്പ്. ഇനി സത്യൻമോഹരി ആവട്ടെ 2014 നേടിയ വലിയ 3 ലക്ഷം വോട്ട് എന്നുള്ള LDF-ന്റെ ദ ബെസ്റ്റ് അതിലേക്ക് എത്താൻ അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് എത്തുമെന്ന് അവരുടെ അവകാശവാദത്തിന് ഒരു കരുനീഴിലാണ് പോളിംഗ് ശതമാനം കുറയുന്നത്. കെ സുരേന്ദ്രൻ നേടിയ 1 ലക്ഷത്തി ചില്ലുവാനം വോട്ട് എന്ന് പറയുന്ന അവരുടെ വയനാട്ടിലെ 13% വോട്ടെന്ന ഏറ്റവും റെക്കോർഡ് പോളിംഗ് ശതമാനത്തിന് മുകളിലേക്ക് കൂടി പോകും എന്ന ആത്മവിശ്വാസത്തിന് മേൽക്കുന്ന കാലത്ത് തിരിച്ചടിയാണ് പോളിംഗ് ശതമാനക്കുറവ്. ഈ സമയം മുതൽ നാളെ മുതൽ ഈ പോളിംഗ് ശതമാനം ഇത്രത്തോളം വല്ലാതെ കുറഞ്ഞതിൽ പാർട്ടികൾ, മുന്നണികൾ, സ്ഥാനാർത്ഥികൾ വലിയ പരിശോധനയ്ക്ക് തുടക്കമിട്ട് തുടങ്ങിയ മണിക്കൂറുകളാണ്. SKN ഇത്. ഓക്കെ, താങ്ക് യു കാശ്മീർ താജ് ഇബ്രാഹിം. മികച്ച പോളിംഗ് ആണ് ഇന്ന് ചേലക്കരയിൽ രേഖപ്പെടുത്തിയത്. ഇതുവരെ 72.54% പോളിംഗ് രേഖപ്പെടുത്തി. ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെ വോട്ടേഴ്സിൻ്റെ വലിയ ക്യൂ ആയിരുന്നു ബൂത്തുകൾക്ക് മുന്നിൽ. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം പോളിംഗ് മന്ദഗതിയിലായി. പോളിംഗ് ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ ബൂത്തുകളിൽ വോട്ടർമാർ എത്തി തുടങ്ങി. തുടക്കം മുതൽ മികച്ച പോളിംഗ്. LDF സ്ഥാനാർത്ഥി UR പ്രദീപ് ദേശമംഗലം വിദ്യാസാഗർ ഗുരുകുലം സ്കൂളിൽ ഭാര്യയ്ക്കൊപ്പമെത്തി വോട്ട് രേഖപ്പെടുത്തി. വളരെ ആത്മാർത്ഥമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കേഡർമാർ നല്ല ആത്മാർത്ഥമായി താഴെ തട്ടിൽ ഇടപെട്ടിട്ടുണ്ട്. ഈ പ്രസ്ഥാനത്തിനുള്ള ആത്മാർത്ഥതയാണത്. ആ ആത്മാർത്ഥത തീർച്ചയായിട്ടും വിജയം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കെ രാധാകൃഷ്ണന്റെ വോട്ട് തോന്നൂർക്കര AUP സ്കൂളിലായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സഖാവ് UR പ്രദീപ് വലിയ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ വിജയിക്കുമെന്ന് തന്നെയാണ്
നാം പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ നല്ലപോലെ ചർച്ച ചെയ്യപ്പെട്ടു. BJP സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണൻ പാമ്പാടി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. തെരഞ്ഞെടുപ്പിൽ ശുഭപ്രതീക്ഷയെന്ന് കെ ബാലകൃഷ്ണൻ. സംഘടനാ സംവിധാനത്തിൽ നിന്ന് ഏറ്റവും താഴെത്തട്ടുള്ള പ്രവർത്തകർ വളരെ ശക്തമായി പ്രവർത്തനത്തിനുള്ള പ്രചോദനം നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ ആളുകളെയും നേരിൽ വോട്ട് ചെയ്യിപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. അത് ആ പ്രവർത്തകർക്ക് അതിൻ്റെ ആത്മവിശ്വാസം അവർക്കത് അനുഭവപ്പെട്ടതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന് മണ്ഡലത്തിൽ വോട്ടില്ല. ചേലക്കരയിൽ ഒരു മാറ്റം ഉണ്ടാകണം, ചേലക്കര മാറണം എന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി പേര് വന്നിട്ട് വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് ഈ അവസരത്തിലും പറയാനുള്ളത്. ചേലക്കരയിൽ വികസനം വേണമെന്നായിരുന്നു വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംവിധായകൻ ലാൽ ജോസിന്റെ പ്രതികരണം. ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കാമായിരുന്നുവെന്നും ലാൽ ജോസ്. ഉപതെരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ ഒരാൾ മരിച്ചുപോയാൽ ഉപതെരഞ്ഞെടുപ്പ് വേണം. അല്ലാത്ത ഉപതെരഞ്ഞെടുപ്പുകൾ ഒഴിവാക്കാൻ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ശ്രമിക്കേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അത് അനാവശ്യ അല്ലെങ്കിൽ അധിക ചെലവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 3.5 ആഴ്ചയോളം നീണ്ട പ്രചാരണത്തിനൊടുവിലാണ് ചേലക്കരയിൽ ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയത്. ടീം 24 ചേലക്കര. ചേലക്കര ടൗണിൽ നിന്ന് എസ് വിജയകുമാർ കൂടി നമുക്കൊപ്പം വിശദാംശങ്ങളുമായി ചേരുകയാണ്. വിജയകുമാർ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. വിജയകുമാർ, എന്താണ് പോളിംഗ് കഴിഞ്ഞു, സമാധാനപരമായിരുന്നു, മറ്റുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് ചേലക്കരയിൽ നിന്ന്? SKN ചേലക്കരയുടെ ചരിത്രത്തിൽ ഏറ്റവും കടുത്ത രാഷ്ട്രീയ പോരാട്ടം നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ 72.54 എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ പോളിംഗ് ശതമാനം. അത് ഒരു പക്ഷേ 73-നോ 74-നോ അടുത്തെത്തിയേക്കാം എന്ന വിവരം കൂടി ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത് ഈ കടുത്ത പോരാട്ടത്തിന്റെ എല്ലാ തീവ്രതയും വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചു എന്നത് തന്നെയാണ്. പരമാവധി വോട്ടർമാരെ ബൂത്തുകളിൽ എത്തിക്കാൻ രാഷ്ട്രീയ പാർട്ടികളും മുന്നണി നേതാക്കളും നടത്തിയ ശ്രമങ്ങൾ വലിയ തോതിൽ വിജയം കണ്ടിട്ടുണ്ട്. രാവിലെ ഒരു 2 മണി വരെ നമ്മൾ പ്രതീക്ഷിച്ച തരത്തിൽ ആ പോളിംഗ് ഉയർന്നു തന്നെ നിന്നു. ആ നിലയിൽ ബാക്കി മണിക്കൂറുകൾ കൂടി പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ചേലക്കരയുടെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് ഇവിടെ രേഖപ്പെടുത്തുമായിരുന്നു. പക്ഷേ ഒരു 3 മണി മുതൽ ഏതാണ്ട് ഒരു 5 മണി വരെയുള്ള 2 മണിക്കൂറിൽ പോളിംഗ് വളരെ താഴ്ന്ന നിലയിലായിരുന്നു, മന്ദഗതിയിലായിരുന്നു. അതുകൊണ്ടാണ് 75 ക്രോസ് ചെയ്യാതിരുന്നത്. പക്ഷേ എന്നാലും ഒരു ഉപതെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്താവുന്ന നല്ല പോളിംഗ് തന്നെയാണ്. ഒരു 73-74 ഒക്കെ വന്നാൽ അത് നല്ല പോളിംഗ് തന്നെയാണ്. ചേലക്കരയുടെ ഒരു 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം സമീപകാലത്തെ പരിശോധിച്ചാൽ 75-നും 79-നും ഇടയിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. പക്ഷെ അത് പൊതു തെരഞ്ഞെടുപ്പുകളിലാണ്. പക്ഷെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 72 കഷ്ടിച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് മുകളിലേക്ക് ഇത്തവണ പോയിട്ടുണ്ട് എന്നതും ഒരു നല്ല കാര്യം തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് ജനാധിപത്യ പ്രക്രിയ, ഈ ജനാധിപത്യത്തിന്റെ ഉത്സവത്തോട് ഇവിടുത്തെ പ്രബുദ്ധരായ വോട്ടർമാർ നല്ല നിലയിൽ പ്രതികരിച്ചു എന്നത് അവരെ അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ്. SKN ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞും കണക്ക് കൂട്ടലുകളിൽ ഒരു ആത്മവിശ്വാസത്തോടെ മറുപടി പറയാൻ 3 കക്ഷികൾക്കും കഴിയുന്നില്ല എന്നത് ചേലക്കര പ്രവചനാതീതമാണ് എന്നത് എല്ലാ തരത്തിലും വ്യക്തമാക്കുന്നുണ്ട്. ചേലക്കരയുടെ 28 വർഷത്തെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ ഇടതുമുന്നണി സമ്പൂർണ്ണ ആധിപത്യം നേടിയ തെരഞ്ഞെടുപ്പുകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ അതൊരു പൊന്നാപുരം കോട്ടയായിരുന്നു. ആ പൊന്നാപുരം കോട്ടയിൽ ഇത്തവണ ഏത് കൊടി പാറും എന്നത് പ്രവചിക്കാൻ കഴിയുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ അത് ആലങ്കാരികമായി പറയുന്നതല്ല SKN. അതൊരു ഫാക്റ്റാണ്, ഒരു വസ്തുതയാണ്. നമ്മളിവിടെ ഈ മണ്ണിൽ നിൽക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ UR പ്രദീപ്, അവിടുത്തെ LDF സ്ഥാനാർത്ഥിയുടെ പിറന്നാൾ ദിവസം കൂടിയായിരുന്നു. രാവിലെ തിരക്കായതുകൊണ്ട് വൈകിട്ട് ഒരു ബേക്കറിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ ആ പിറന്നാൾ ആഘോഷിച്ചു. ആ ഘട്ടത്തിൽ കംഫർട്ടബിൾ മാർജിനിൽ ജയിക്കുമെന്നാണ് അദ്ദേഹത്തോടൊപ്പം ഉള്ളവരൊക്കെ പറഞ്ഞത്. രമ്യ ഹരിദാസ് ആവട്ടെ ഈ മണ്ഡലം മുഴുവൻ ഇന്ന് ചുറ്റിക്കറങ്ങിയിട്ട് മാറ്റത്തിനൊരു വോട്ട് എല്ലായിടത്തും ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് രമ്യ ഹരിദാസും പറയുന്നു. BJP സ്ഥാനാർത്ഥി പറയുന്നത് ഈ പറയുന്ന തിരുവില്വാമല, പാഞ്ഞാൾ തുടങ്ങിയ പഞ്ചായത്തുകളിലെ മികച്ച വോട്ട്, പരമ്പരാഗതമായി വോട്ട് കൂട്ടുന്ന പ്രവണതയുള്ള പാർട്ടി, അതുകൊണ്ട് ഇത്തവണ ഇവിടെ അത്ഭുതം കാഴ്ചവെക്കുമെന്ന് അവരും പറയുന്നു. അപ്പോൾ ആത്മവിശ്വാസത്തിന്റെ കൂട്ടലും കിഴിക്കലും, മനക്കണക്കിന്റെ കൂട്ടലും കിഴിക്കലും ഒക്കെയായി ഇനിയുള്ള ദിവസങ്ങൾ, ഏതാണ്ട് 10 ദിവസം ഈ മുന്നണി നേതാക്കൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഇവിടെ തുടരുകയാണ്. പക്ഷേ SKN ഒരു പ്രധാനപ്പെട്ട കാര്യം UDF പറഞ്ഞിട്ടുള്ളത് ചേലക്കര ജയിക്കലാണ് രാഷ്ട്രീയമായി ഇടതുമുന്നണിക്ക് മേലുള്ള അവരുടെ വിജയം എന്ന് KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഇതുവരെ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ പാലക്കാട് നിലനിർത്തിയാലും വയനാട് നിലനിർത്തിയാലും അല്ല രാഷ്ട്രീയ വിജയം, ചേലക്കര പിടിച്ചെടുക്കലാണ് രാഷ്ട്രീയ വിജയം എന്നത് കോൺഗ്രസ് മുദ്രാവാക്യമായി ഒരു പ്രഖ്യാപനമായി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്.
ചേലക്കര പോയാൽ അത് വലിയ നാശമാണ്, ഇടതുമുന്നണിയെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണ് എന്ന തിരിച്ചറിവ് CPM-ന്, മുഖ്യമന്ത്രി പിണറായി വിജയന്, പാർട്ടി സെക്രട്ടറിക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ മണ്ഡലത്തിൽ 2 ദിവസം തുടർച്ചയായി നിന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്യാമ്പയിന് നേതൃത്വം നൽകിയത്. അപ്പോൾ ചേലക്കര നഷ്ടപ്പെടാൻ ഒരു കാരണവശാലും CPM-ന് പാടില്ല, അത് നിലനിർത്തണം. എന്നാൽ ചേലക്കര പിടിച്ചെടുത്ത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകുമ്പോൾ വലിയ ആത്മവിശ്വാസത്തോടെ ഭരണത്തിലേക്ക് എത്താൻ പോകുന്നു എന്ന ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ UDF-ന്, കോൺഗ്രസിന് ഇവിടെ വിജയം അത്യാവശ്യവുമാണ്. കേരളത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പ്രതീതി സൃഷ്ടിക്കാൻ BJP-ക്ക് ഇവിടെ വോട്ട് വല്ലാതെ കൂട്ടുകയും വേണം. അപ്പോൾ എല്ലാ പ്രതീക്ഷാഭാരത്തോടെയാണ് ഇനി ഉള്ള ഈ 10 ദിവസങ്ങൾ. SK. ഓക്കെ, താങ്ക് യു. S. വിജയകുമാറാണ് ചേലക്കര ടൗണിൽ നിന്നും നമുക്കൊപ്പം ചേർന്നത്. ഇപ്പോൾ അടിയന്തരമായിട്ട് ഒരു സങ്കടകരമായ വാർത്ത വരുന്നുണ്ട്. പാലക്കാട് വാളയാറിൽ ഷോക്കേറ്റ് അച്ഛനും മകനും മരിച്ചു. വാളയാർ അട്ടപ്പള്ളം സ്വദേശി മോഹൻ, മകൻ അനിരുദ്ധ എന്നിവരാണ് മരിച്ചത്. വാളയാർ പോലീസ് സ്ഥലത്തെത്തി നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് ചേർന്നു. നിഖിൽ, ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് വൈകിട്ട് 6:30 കൂടിയാണ് ദൗർഭാഗ്യകരമായിട്ടുള്ള ഈ സംഭവം ഉണ്ടാകുന്നത്. പാലക്കാട് ജില്ലയിൽ ഇത്തരത്തിലുള്ള വൈദ്യുതി കെണിയിൽ നിന്ന് ഷോക്കേറ്റുള്ള മരണങ്ങൾ അതൊരു തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ വൈകിട്ട് 6:30 കൂടി ഈ വാളയാർ അട്ടപ്പള്ളം സ്വദേശി മോഹൻ, മകൻ അനിരുദ്ധ് എന്നിവരാണ് ഷോക്കേറ്റ് മരിച്ചത്. വീടിന് സമീപത്തെ കൃഷിയിടത്തിൽ സ്ഥാപിച്ച പന്നിക്കണിയിൽ നിന്ന് ഇവർക്ക് ഷോക്കേറ്റു എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. വാളയാർ പോലീസ് സംഭവ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു പോരുകയാണ്. ഈ പിതാവ് മോഹൻ, ഇദ്ദേഹത്തിന് ഷോക്കേറ്റത് കണ്ട് മകൻ അനിരുദ്ധ് ഇവിടേക്ക് ഓടിയെത്തി ഇദ്ദേഹത്തെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയായിരുന്നു. അതിനിടയിലാണ് അനിരുദ്ധിനും ഷോക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെയാണ് ഈ രണ്ടുപേരും മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും വാളയാർ പോലീസ് ഇപ്പോൾ സംഭവ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു പോരുകയാണ്. ആരാണ് ഈ വൈദ്യുതി കെണി സ്ഥാപിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വാളയാർ പോലീസ് അന്വേഷിച്ചു പോരുകയാണ്. ഓക്കെ, താങ്ക് യു. നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്. അച്ഛനും മകനും ഷോക്കേറ്റ് മരിച്ചു എന്ന ദുഃഖകരമായ വാർത്തയാണ് ഈ മണിക്കൂറിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. ഇപ്പോൾ ശ്യാംകുമാർ കൊച്ചിയിൽ നിന്നൊരു വാർത്ത അറിയിക്കുന്നു. മദ്യപിച്ച് കാർ ഓടിച്ച് യുവാവിന് പരിക്ക് പറ്റിയ കേസിൽ കാർ ഓടിച്ച SI-ക്ക് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ സസ്പെൻഷൻ നൽകിയെന്ന വാർത്തയാണ്. ഇൻഫോ പാർക്ക് SI ആയ ശ്രീജിത്തിനാണ് ഇപ്പോൾ സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നത്. ഈ വാർത്ത 24 ആണ് പുറത്തുവിട്ടത്. ഇന്ന് വന്ന ആത്മകഥയുടെ വിവാദം, അറിയാതെയോ ആത്മകഥ. വീക്ക് എക്സ്ക്ലൂസീവ്. ഉപതെരഞ്ഞെടുപ്പ് ദിനത്തിൽ CPM-നെയും ഇടതുമുന്നണിയെയും പിടിച്ചുലച്ച EP ജയരാജൻ്റെ ആത്മകഥാ വിവാദം. പാർട്ടിയും സർക്കാരും തെറ്റുകൾ തിരുത്തണമെന്നും എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. കട്ടൻ ചായയും പരിപ്പോടെയും ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ജീവിതം എന്ന പുസ്തകത്തിലാണ് ഈ കാര്യം പറയുന്നത്. പുസ്തകത്തിലെ വിശദാംശങ്ങൾ 24 ഇന്ന് പുറത്തുവിട്ടു. കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന പുസ്തകത്തിന്റെ കവർ ചിത്രം ഉൾപ്പെടെയാണ് 24 പുറത്തുവിട്ടത്. CPM-നുള്ളിലും പുറത്തും തനിക്ക് നേരെ ഉയർന്ന ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കും EP ജയരാജൻ പുസ്തകത്തിൽ മറുപടി നൽകുന്നു. രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രവർത്തനത്തെ വിമർശിക്കുന്ന EP ജയരാജൻ CPIM ജനങ്ങളിൽ നിന്ന് അകന്നെന്നും തുറന്നടിക്കുകയാണ്. CPM-നുള്ളിൽ സ്വയം തിരുത്തൽ അനിവാര്യം. ഒന്നാം പിണറായി സർക്കാരിൽ ബന്ധുനിയമനത്തിന്റെ പേരിൽ താൻ വേട്ടയാടപ്പെട്ടു. എന്നാൽ പാർട്ടി മാധ്യമങ്ങൾ പോലും നിസ്സംഗത പാലിച്ചു. മന്ത്രിസ്ഥാനത്ത് തിരികെ എത്തില്ലെന്ന് പലരും കരുതിയെന്നും EP. ദേശാഭിമാനിക്ക് വേണ്ടി സാന്റിയാഗോ മാർട്ടിനിൽ നിന്ന് സംഭാവന സ്വീകരിച്ചത് CPM നേതൃത്വത്തെ അറിയിച്ച ശേഷമാണ്. എന്നാൽ VS അച്യുതാനന്ദൻ ഉൾപ്പെടെ ഇത് തനിക്കെതിരെയുള്ള ആയുധമാക്കി. പാർട്ടി കമ്മിറ്റിയിൽ വൈദേകവുമായി ബന്ധപ്പെട്ട P ജയരാജന്റെ വിമർശനം വളച്ചൊടിച്ച് പുറത്തുവിട്ടത് ആരാണെന്ന് തനിക്കറിയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പാർട്ടി സ്ഥാനാർത്ഥി നിർണയം പാളിയെന്നും കുറ്റപ്പെടുത്തൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ CPM-നുള്ളിലും സംസ്ഥാന രാഷ്ട്രീയത്തിലും ഏറെ കോളിളക്കമുണ്ടാക്കിയ BJP ബാന്ധവ ആരോപണത്തിലും EP ജയരാജൻ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ദിവസം പ്രകാശ് ജാവദേക്കറെ കണ്ടെന്ന് തുറന്നു പറഞ്ഞത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കാതിരിക്കാൻ. എന്നാൽ പാർട്ടി തന്നെ മനസ്സിലാക്കിയില്ലെന്നാണ് EP-യുടെ പരിഭവം. 3 ഉപതെരഞ്ഞെടുപ്പും പാർട്ടിയുമെന്ന അധ്യായത്തിൽ പറയുന്നുണ്ട്. പരാമർശങ്ങൾ വിവാദമായേക്കാമെന്നും അധ്യായത്തിന്റെ തുടക്കത്തിൽ പറയുന്നു. ഡോക്ടർ P സരിന് അവസരവാദ രാഷ്ട്രീയമെന്നും PV അൻവർ വയ്യാവേലിയെന്നും EP ജയരാജൻ തുറന്നു വിമർശിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസത്തിലാണ് പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് EP ജയരാജൻ തുറന്നു പറഞ്ഞത്. ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം അക്കാര്യത്തിലുള്ള വിശദീകരണവും ആത്മകഥയിലൂടെ EP തുറന്നു പറയുകയാണ്. എന്തായാലും EP-യുടെ പുസ്തകം രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയാകുമെന്നുറപ്പ്. കോട്ടയത്ത് നിന്ന്
അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. വിവാദമായ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ താൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും DC ബുക്സിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നുവെന്നുമാണ് വാർത്തയുടെ EP ജയരാജന്റെ പ്രതികരണം വന്നത്. പുറത്തുവന്ന വിവരങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ട് EP ജയരാജൻ DGPക്ക് ഇന്ന് പരാതിയും കൊടുത്തു. പ്രതിരോധത്തിലായ CPM ആകട്ടെ ഗൂഢാലോചന എന്ന് പറഞ്ഞ് വിവാദത്തെ തള്ളിക്കളഞ്ഞു. പുസ്തകത്തിന്റെ പ്രസാധനം നീട്ടിവയ്ക്കുകയാണെന്ന് DC ബുക്സ് ഇന്ന് അറിയിച്ചിട്ടുണ്ട്. ഉടൻ വരുന്നു, പല അപ്രിയ സത്യങ്ങളും തുറന്നു പറയുന്നു എന്ന അടിക്കുറിപ്പോടെ ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് മുൻപ് തന്നെ ആത്മകഥാ പ്രസിദ്ധീകരണത്തിന്റെ വിശദാംശങ്ങൾ DC ബുക്സ് സമൂഹമാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തിയതാണ്. എന്നാൽ പുസ്തകത്തിലെ വിശദാംശങ്ങൾ 24 പുറത്തുവിട്ടതോടെ പ്രസാധകരെ തന്നെ തള്ളുകയാണ് EP ജയരാജൻ. എന്റെ പുസ്തകം ഞാൻ അറിയാതെ എങ്ങനെ പ്രസിദ്ധീകരിക്കുക? ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം എങ്ങനെ പ്രസിദ്ധീകരിക്കുക? അതുകൊണ്ട് ഇത് സംബന്ധിച്ച് സമഗ്രമായൊരു അന്വേഷണം നടത്തണം, ശക്തമായ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ എഴുതിയ പുസ്തകത്തിന്റെ പ്രകാശനം ഇന്ന് രാവിലെ 10:00. എത്രമാത്രം തെറ്റായിട്ടുള്ള നടപടികളും രീതികളുമാണ് സ്വീകരിച്ചിരിക്കുന്നത്? ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണത്. DC ബുക്സിനെതിരെ നിലപാടെടുത്ത EP ജയരാജൻ രാത്രിയോടെ വക്കീൽ നോട്ടീസും അയച്ചു. താൻ അറിയാത്ത കാര്യങ്ങളാണ് പുറത്തുവന്നത്. DC ബുക്സ് പുറത്തുവിട്ട എല്ലാ പോസ്റ്റുകളും പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കണം, ഇല്ലെങ്കിൽ നിയമ നടപടിക്ക് പോകുമെന്നും EP ജയരാജൻ നോട്ടീസിൽ പറയുന്നു. പുസ്തകം പ്രസിദ്ധീകരിക്കുമെന്ന് DC ബുക്സ് വ്യക്തമാക്കുന്നുണ്ട്. സാങ്കേതിക പ്രശ്നം മൂലം പ്രസാധനം കുറച്ചു ദിവസത്തേക്ക് നീട്ടിവെക്കുന്നുവെന്നാണ് DC ബുക്സിന്റെ വിശദീകരണം. വോട്ടെടുപ്പ് ദിനത്തിലെ വിവാദത്തെ സംശയത്തോടെയാണ് CPIM കാണുന്നത്. EP ജയരാജൻ പറഞ്ഞത് വിശ്വസിക്കുന്നെന്ന് നേതാക്കൾ. വിവാദങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയെന്നും പ്രതികരണം. പാർട്ടിക്കെതിരായ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വേറെ ചർച്ച ചെയ്യാം. ഇതിപ്പോൾ ഈ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട ഗൂഢാലോചനയാണല്ലോ പറഞ്ഞത് ജയരാജൻ. അത് വെച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ. അതുപോലെ കേസ് കൊടുക്കുന്നതിനെ പറ്റിയും ജയരാജൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒരു കാര്യവും പറയാനില്ല. പാർട്ടിക്ക് ഇതിൽ കൃത്യമായ ധാരണയുണ്ട്. സഖാവ് ജയരാജൻ തന്നെ പറഞ്ഞ ഉത്തരമാണ്. ഒരു തരത്തിലും ഞാൻ എഴുതിയതോ ഞാൻ പറഞ്ഞതോ ഞാൻ പ്രസിദ്ധീകരിക്കാൻ കൊടുത്തതോ എൻ്റെ പുസ്തകത്തിന്റെ ഭാഗമായിട്ടല്ല. EP ജയരാജനെതിരായി വന്നിട്ടുള്ള ആരോപണം അദ്ദേഹം തന്നെ പറഞ്ഞു കെട്ടിച്ചമച്ചതാണിത്. ഇപ്പോൾ ഈ പുസ്തകത്തിൽ വന്നു എന്ന് പറയുന്ന ചില പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള എഴുത്തിലും വന്നിട്ടില്ല എന്നുള്ളത് അദ്ദേഹം തന്നെ പറയുന്നു. വിവാദങ്ങളെ തള്ളുമ്പോഴും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ ആത്മകഥയിലെ തുറന്നുപറച്ചിലുകൾ CPIM പരിശോധിച്ചേക്കും. എന്നാൽ പാർട്ടി പരിശോധിക്കുമോ എന്ന ചോദ്യങ്ങളിൽ നിന്ന് നേതാക്കൾ ഒഴിഞ്ഞുമാറി. ന്യൂസ് ഡെസ്ക് 24. ആത്മകഥാ വിവാദത്തിൽ EP ജയരാജൻ DC ബുക്സിന് ഇന്ന് വക്കീൽ നോട്ടീസ് അയച്ചു. DC ബുക്സ് പുറത്തുവിട്ട് എല്ലാ പോസ്റ്റുകളും പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കണമെന്നാണ് വക്കീൽ നോട്ടീസിൽ EPയുടെ ആവശ്യം. ഷെബീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുന്നു. ഷെബീദ്, വിശദാംശങ്ങൾ. നമുക്കറിയാം, ഈ ഉപതെരഞ്ഞെടുപ്പ് ദിവസം ഏറ്റവും കൂടുതൽ ചർച്ചയായ രാഷ്ട്രീയ വിവാദം അത് EP ജയരാജന്റെ ആത്മകഥ, അത് DC-യുമായി ബന്ധപ്പെട്ട വാർത്തകളും വിവരങ്ങളുമായിരുന്നു. ഇപ്പോൾ ഈ പകൽ അവസാനിക്കുമ്പോൾ, ഈ രാത്രിയിലേക്ക് കടക്കുമ്പോൾ EP ജയരാജൻ DC ബുക്സിന് വക്കീൽ നോട്ടീസ് അയച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ആ വക്കീൽ നോട്ടീസിൽ പറയുന്ന കാര്യം, താൻ ആത്മകഥയുടെ പടിപ്പുരയിലാണ്, ഏതെങ്കിലും തരത്തിൽ പ്രസിദ്ധീകരണത്തിന് ആർക്ക് നൽകണമെന്നുള്ള കാര്യം അത് ആലോചിച്ചിട്ടില്ല. അതിനിടയിൽ ദുഷ്ടലാക്കോടുകൂടി സമൂഹത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതിന് തേജോവധം, EP ജയരാജനെ തേജോവധം ചെയ്തതിനും DC ബുക്സ് തൻ്റെ പേരിൽ ആത്മകഥ പ്രസിദ്ധീകരിച്ചതായി വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത് താൻ എഴുതിയ ആത്മകഥയല്ല, മാത്രവുമല്ല തൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ തൻ്റെ ആത്മകഥയുടെ ഭാഗമെന്ന നിലയിൽ അതിൻ്റെ PDF പുറത്തുവിട്ടത് അത് വളരെ തെറ്റായ രീതിയാണ്. അതല്ലെങ്കിൽ അത് അപലപനീയമായ കാര്യമാണ്. അതുമൂലം EP ജയരാജന് വലിയ തരത്തിലുള്ള മാനനഷ്ടമുണ്ടായി. കൂടാതെ ഈ ഉപതെരഞ്ഞെടുപ്പ് ദിവസം ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമുണ്ടാവുകയും അത് EP ജയരാജന് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ള കാര്യം അത് ഈ വക്കീൽ നോട്ടീസിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുവരെ DC ബുക്സ് പുറത്തുവിട്ടിട്ടുള്ള എല്ലാ വിവരങ്ങളും, അത് ഫേസ്ബുക്ക് പോസ്റ്റുകൾ അടക്കമുള്ള കാര്യങ്ങൾ പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കണം, അതല്ലെങ്കിൽ നിയമ നടപടിക്ക് പോകും എന്നുള്ള കാര്യമാണ് EP ജയരാജൻ ഈ വക്കീൽ നോട്ടീസിലൂടെ അറിയിച്ചിരിക്കുന്നത്. SKN. ഓക്കെ, ഷെബീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. DC ബുക്സ് എന്ത് മറുപടിയാണ് ഈ വക്കീൽ നോട്ടീസിന് നൽകാൻ പോകുന്നത് എന്ന് നമ്മൾ അന്വേഷിക്കാം. ഇനി മറ്റു വാർത്തകളിലേക്ക്. EP ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ പ്രതികരണവുമായി K മുരളീധരൻ. ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ദിവസം വാർത്ത വന്നതിൽ ജയരാജന് പങ്കില്ലെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. ആത്മകഥ പുറത്തു വന്നത് ചേലക്കരയിൽ UDF ഭൂരിപക്ഷം വർദ്ധിക്കാൻ സഹായിക്കുമെന്നും K മുരളീധരൻ എന്ന് 24നോട് പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. ചേലക്കരയൊരു വലിയ പ്രതീക്ഷയുള്ള ദിവസത്തെ പോളിംഗ് ആണെന്ന്. അപ്പോൾ ആ ദിവസം തന്നെ ജയരാജൻ്റെ വാർത്ത വന്നതിൽ ജയരാജൻ ഒന്നും അറിഞ്ഞുകൂടാ എന്ന് പറയുന്നത് മൊത്തത്തിൽ പൊതുജനത്തിന് വിശ്വസിക്കാൻ പ്രയാസമാണ്. അദ്ദേഹം നിഷേധിക്കുകയും എന്നാൽ ചില ഭാഗങ്ങൾ ചിലപ്പോൾ ചോർത്തി കൊടുത്തിട്ടുണ്ടാകാം. ഇപ്പോൾ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് CPM കൈവിടാനും വയ്യ, CPM ജയരാജനെ കൈവിടാനും വയ്യ, അങ്ങനെ അവസ്ഥയിൽ നിൽക്കുകയാണ്.
അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രധാനപ്പെട്ട ഇലക്ഷൻ തീയതികളിൽ ഇങ്ങനെയുള്ള വാർത്ത വരുന്നത്. 24 വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ EP ജയരാജന്റെ ആത്മകഥ രാഷ്ട്രീയ ആയുധമാക്കി പ്രതിപക്ഷം. പുസ്തകം എന്ന് പ്രസിദ്ധീകരിക്കാതിരിക്കാൻ DC ബുക്സിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമ്മർദ്ദമുണ്ടായെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. EP ജയരാജനെ പിന്തുണച്ച് BJPയും രംഗത്ത് വന്നു. EP ജയരാജന്റെ ആത്മകഥയിലെ വിശദാംശങ്ങൾ 24 പുറത്തുവിട്ടതിന് പിന്നാലെ EPയുടെ വിമർശനങ്ങൾ ഏറ്റെടുത്ത് പ്രതിപക്ഷം. രണ്ടാം പിണറായി സർക്കാരിനെതിരെയും പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ P. സരിനെതിരെയും EP ഉയർത്തിയ വിമർശനങ്ങൾ പ്രതിപക്ഷം ശരിവെക്കുന്നു. ഇന്ന് പുസ്തകം പ്രസിദ്ധീകരിക്കാതിരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമ്മർദ്ദമുണ്ടായെന്നും ആരോപണം. BJPയിൽ സ്ഥാനാർത്ഥിത്വം ചോദിച്ചു പോയ ഒരാളെ CPMന്റെ സ്ഥാനാർത്ഥിയാക്കി പാലക്കാട് അവതരിപ്പിച്ചതിൽ CPMൽ കലാപമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞതിന്റെ അടിവരെയാണ് EP ജയരാജൻ തന്റെ ആത്മകഥയിലൂടെ ഇത്തിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയ പിണറായി വിജയന് കാലം നൽകുന്ന മറുപടിയാണ് EP ജയരാജൻ എന്ന KPCC അധ്യക്ഷൻ K. സുധാകരൻ. EP ജയരാജന്റെയും CPIMന്റെയും വിശദീകരണം രണ്ടു വഴിക്കാണ്. 3 ഘട്ടങ്ങളിൽ ഉമ്മൻചാണ്ടിയെ അവർ പരാമർശിച്ച് അപമാനിക്കാൻ ശ്രമിച്ചതിനുള്ള തിരിച്ചടിയാണ് ശ്രീ EP ജയരാജന്റെ ഈ ആത്മകഥ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പിന്നെ EPയുടെയും അതുപോലെ തന്നെ CPMന്റെയും വിശദീകരണം തന്നെ യുക്തിസഹമല്ല. രണ്ടും രണ്ടു വഴിക്കാണ്. വിവാദത്തിൽ EP ജയരാജനെ പിന്തുണയ്ക്കുകയാണ് BJP. പറഞ്ഞതിൽ EP ജയരാജൻ ഉറച്ചു നിൽക്കണമെന്ന് സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. EP പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യങ്ങൾ നോക്കിയാൽ അധികാരവും സമ്പത്തും ഒരു കുടുംബത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നതാണ് ഇപ്പോൾ CPM നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും വിഷയം സജീവ ചർച്ചയാക്കാനാണ് പ്രതിപക്ഷ നീക്കം. ന്യൂസ് ഡെസ്ക് 24. മദ്യപിച്ച് കാർ ഓടിച്ച് യുവാവിനെ പരിക്കേൽപ്പിച്ച സംഭവത്തിൽ SIക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നു. ഇൻഫോ പാർക്ക് SI ശ്രീജിത്തിനെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഇന്ന് സസ്പെൻഡ് ചെയ്തു. SI മദ്യപിച്ച് അപകടമുണ്ടാക്കിയ വാർത്ത 24 ആണ് പുറത്തുവിട്ടത്. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുകയാണ്. ശ്യാംകുമാർ ടെലിഫോൺ ലൈനിലാണുള്ളത്. ശ്യാം, പറയൂ വിവരങ്ങൾ. ഇന്നലെ രാത്രി 7:15 ബ്രഹ്മപുരം പാലത്തിന് സമീപം ഇൻഫോ പാർക്ക് SI ശ്രീജിത്ത് മദ്യപിച്ച് ഓടിച്ച കാറിടിച്ച് പാലക്കാട് സ്വദേശിയായ യുവാവിന് പരിക്കേറ്റത്. ഇദ്ദേഹം ഇൻഫോ പാർക്കിലെ ഒരു ജീവനക്കാരനായിരുന്നു. അപകട സ്ഥലത്ത് നേരെ പോലും നിൽക്കാൻ കഴിയായിരുന്ന ശ്രീജിത്തിനെ പോലീസുകാർ എത്തി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് വൈദ്യപരിശോധനയ്ക്ക് ശ്രീജിത്ത് വിസമ്മതിക്കുകയും ചെയ്തു. ഈ വിവരം സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തു. കേസെടുക്കാതെ ലോക്കൽ പോലീസ് SIയെ സംരക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചു. പക്ഷേ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ നടത്തിയ അന്വേഷണത്തിലാണ് SIക്ക് ഇന്ന് വൈകുന്നേരം സസ്പെൻഷൻ ഓർഡർ വന്നിരിക്കുന്നത്. പരിക്കേറ്റ പാലക്കാട് സ്വദേശി രാകേഷ് ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. രാകേഷിനെ സ്വാധീനിച്ച് പരാതി ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ പോലും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ കമ്മീഷണർ ഇടപെടലാണ് SIക്ക് ഇപ്പോൾ സസ്പെൻഷനിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇന്നലെ നമ്മളായിരുന്നു ഈ അപകട വാർത്തയും SIയെ പോലീസുകാർ സംരക്ഷിക്കാനെടുത്ത നടപടിയും റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഓക്കെ, താങ്ക് യു. സംസ്ഥാനത്ത് കഴിഞ്ഞ 11 മാസങ്ങൾക്കുള്ളിൽ ചരിഞ്ഞത് 22 നാട്ടാനകൾ. മഴയത്തും വെയിലത്തും ആനകളെ ചെളിയിൽ കെട്ടി നിർത്തിയുണ്ടാകുന്ന പാതരോഗവും പാപ്പാന്മാരുടെ മർദ്ദനവും പരീക്ഷണ ചികിത്സയുമൊക്കെ ആനകളുടെ മരണത്തിന് ആക്കം കൂട്ടുന്നുവെന്ന് റിപ്പോർട്ട് വന്നിരിക്കുന്നു. 24 ബിഗ് ബ്രേക്കിംഗ്. 2018 നവംബർ 30 സെൻസസ് പ്രകാരം കേരളത്തിൽ 521 നാട്ടാനകളാണ് ഉണ്ടായിരുന്നത്. 2018 3 ആനകളും 2019 29 എണ്ണവും 2020-2021 കാലഘട്ടങ്ങളിൽ 20 വീതം ആനകളും ചെരിഞ്ഞു. ഇതോടെ നിലവിൽ നാട്ടാനകളുടെ എണ്ണം 346 2024 ജനുവരി മുതൽ നവംബർ 9 വരെ 22 നാട്ടാനകൾ ചെരിഞ്ഞു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പാദരോഗവും ഹൃദയാഘാതവും പാപ്പാന്മാരുടെ മർദ്ദനവും പരീക്ഷണ ചികിത്സയും ആനകളുടെ മരണത്തിന് കാരണമാക്കുന്നുവെന്നാണ് പഠനങ്ങൾ ഒന്നടങ്കം പറയുന്നത്. ഇതേ തുടർന്ന് 2021 മാർച്ചിൽ 15 ദിവസത്തിൽ കൂടുതൽ ഒരാനയെ മറ്റു സ്ഥലത്തേക്ക് മാറ്റാൻ പാടില്ലെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടു. പക്ഷേ ഉത്തരവ് ഇതുവരെ നടപ്പായിട്ടില്ല. 2015 ഓഗസ്റ്റ് 18 സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം എല്ലാ ആനകളെയും ബിൽഡിംഗ് ലൈസൻസോടുകൂടിയ ഷെഡിൽ പാർപ്പിക്കണമെന്നുണ്ട്. എന്നാൽ പല ആനകളെയും പറമ്പിൽ തളയ്ക്കുകയാണ് പതിവ്. ഇവയുടെ കാലുകളിൽ തണുപ്പടിച്ച് അത് തലച്ചോറിനെ ബാധിക്കും. ഇത് വാതരോഗമായി മാറി ആന ചരിയും. വാദം വന്നാൽ ആന ഭക്ഷണമെടുക്കാൻ കൂട്ടാക്കില്ല. ഇങ്ങനെ ആന ചെരിഞ്ഞാലും ഹൃദയാഘാതമെന്നാണ് ഡോക്ടർമാർ പരിശോധനാ റിപ്പോർട്ട് നൽകുന്നതെന്നും ആക്ഷേപമുണ്ട്. ആന ചെരിഞ്ഞാൽ കൊമ്പ് വനംവകുപ്പ് അധികൃതർ കൊണ്ടുപോകും. എന്ത് കാരണത്താൽ ആന ചെരിഞ്ഞുവെന്നറിയാനുള്ള ആന്തരിക സ്രവങ്ങളുടെ പരിശോധന നടത്താനുള്ള ലാബ് കേരളത്തിലില്ല. ഹൈദരാബാദിലെ സെന്റർ ഫോർ സെല്ലുലാർ ആൻഡ് മോളിക്കുലാർ ബയോളജി ലാബിലാണ് ഇതിനുള്ള സൗകര്യമുള്ളത്.
അതിനാൽ തന്നെ ആന ചെരിഞ്ഞാൽ ശാസ്ത്രീയ രേഖകൾ ഇല്ലാത്ത അവസ്ഥയാണ് ഇന്നുള്ളത്. ആർ അരുൺരാജ്, 24, കൊല്ലം. എന്തായാലും ഈ നാട്ടാനകൾ ഇല്ലാതാകുന്നത് വലിയൊരു സംഭവം തന്നെയാണ്. കേരള കാലിക്കറ്റ് സർവകലാശാലകളിലെ ഫീസ് വർധനയിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് കത്തയച്ച് KSU. 4 വർഷ ഡിഗ്രി കോഴ്സുകളുടെ ഫീസ് വർദ്ധിപ്പിച്ച സർവകലാശാലകളുടെ നടപടിയിൽ ഇടപെടണം എന്നാണ് ആവശ്യം. സർവകലാശാല ഫിനാൻസ് കമ്മിറ്റികളുടെ തീരുമാനം വിദ്യാർത്ഥികളെ വെല്ലുവിളിക്കുന്നതെന്നും കത്തിൽ പറയുന്നു. EV ജയശങ്കർ ചേരുന്നു തിരുവനന്തപുരത്ത്. ജയശങ്കർ, യഥാർത്ഥത്തിൽ സാധാരണഗതിയിൽ ഇങ്ങനെ ഫീസ് വർധനയൊക്കെ ഉണ്ടാകും, വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭമൊക്കെ നമ്മുടെ നാട്ടിൽ സാധാരണമാണ്. എന്നാൽ ഇത്തരം വലിയ പ്രക്ഷോഭങ്ങളൊന്നും ഇല്ലാതെ ഫീസ് വർദ്ധിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. കാലം മാറുകയാണോ? SKN വലിയ തോതിലുള്ള ഫീസ് വർധനവാണ് ഈ 4 വർഷ കോഴ്സുകളിൽ കേരള കാലിക്കറ്റ് സർവകലാശാലകൾ വരുത്തിയത്. സർക്കാർ കൂടുതൽ വിദ്യാർത്ഥികളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിൽ പഠന രീതിയിൽ വലിയ തോതിലുള്ള ഒരു മാറ്റം വരുത്തിയത്. ഈ മാറ്റത്തിനൊപ്പം തന്നെയാണ് സർവകലാശാലകൾ കുട്ടികൾക്ക് ഇരുട്ടടിയായിക്കൊണ്ട് ഇത്തരത്തിൽ ഫീസ് വർധനവ് ഏർപ്പെടുത്തിയത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ KSU ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുന്നത്. അടിയന്തരമായി സർവകലാശാലകളുടെ ഈ ഫീസ് വർധനയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടണമെന്നാണ് ആവശ്യം. ഇത് കുട്ടികളെ വലിയ തോതിൽ ബാധിക്കുന്ന വിഷയമാണ്. പല കുട്ടികൾക്കും താങ്ങാൻ കഴിയില്ല ഈ ഫീസ് വർധന എന്ന KSU നൽകിയ പരാതിയിൽ പറയുന്നു. ഒപ്പം തന്നെ ഈ പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ കൃത്യമായി സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നും KSU നൽകിയ കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട കേരള സർവകലാശാലയിൽ KSU വലിയ തോതിലുള്ള ഒരു സമരം നടത്തിയിരുന്നു. ഇന്ന് SFIയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട കേരള സർവകലാശാലയിൽ സമരം നടത്തിയിരുന്നു. പക്ഷേ സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത് സർക്കാരുമായി കൂടിയാലോചിക്കാതെയാണ് ഇത്തരത്തിൽ സർവകലാശാലകൾ ഏകപക്ഷീയമായി ഫീസ് വർധന നടപ്പിലാക്കിയെന്നാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസും ഈ വിഷയവുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തുന്നുണ്ടെന്നാണ് നിലവിൽ അനൗദ്യോഗികമായ വിവരങ്ങൾ. എന്തായാലും വിദ്യാർത്ഥി സംഘടനകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വലിയ പ്രക്ഷോഭത്തിലേക്ക് കടക്കുന്നു. നാളെ കേരള കാലിക്കറ്റ് സർവകലാശാലകളിൽ KSU വിഷയവുമായി ബന്ധപ്പെട്ട ആദ്യഘട്ട സമരങ്ങളുടെ ഭാഗമായി പഠിപ്പ് മുടക്കൽ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും KSU ശക്തമായ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകുമെന്നൊരു സൂചനയാണ് ഈ കത്തിലൂടെ മന്ത്രിക്ക് നൽകുന്നത്. ഒപ്പം തന്നെ ഭരണാനുകൂല സംഘടനയായ SFIയും ഈ വിഷയത്തിൽ വലിയ തോതിലുള്ള സമരങ്ങൾക്ക് ആലോചിക്കുന്നുണ്ട്. ഇവരും വിദ്യാഭ്യാസ മന്ത്രിയെ വരും ദിവസങ്ങളിൽ കാണും. വലിയൊരു വിദ്യാർത്ഥി സമരങ്ങൾക്കാണ് ഈ ഫീസ് വർധനയുമായി ബന്ധപ്പെട്ട യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ കടക്കുന്നത്. വലിയ തോതിലുള്ള വലിയ ഒരു വിഭാഗം വിദ്യാർത്ഥികളെ ദീർഘകാലത്തിൽ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി സംഘടനകൾ ഇതിനെ അതിൻ്റെ ഗൗരവത്തോടെ തന്നെയാണ് പരിഗണിക്കുന്നത്. സർക്കാർ ഇനി ഈ വിഷയത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഈ വിഷയത്തിൽ ഇനി എന്ത് നിലപാടും എടുക്കുമെന്നാണ് നമ്മൾ നോക്കിക്കാണുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വിഷയത്തിൽ അടിയന്തരമായി ഈ നിലവിലെ സാഹചര്യത്തിൽ ഇടപെടുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും സർക്കാർ തീരുമാനം തന്നെയാണ് ഈ വിഷയത്തിൽ ഇനി നിർണായകമാകുക. SKN. ഓക്കെ, താങ്ക് യു EV ജയശങ്കർ. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. കൊടകര കുഴൽപ്പണക്കേസിന്റെ തുടരന്വേഷണത്തിന് പുതിയ സംഘത്തെ സർക്കാർ തീരുമാനിച്ചു. കൊച്ചി DCP K സുദർശന്റെ നേതൃത്വത്തിൽ 8-അംഗ സംഘമാണ് ഈ കേസിനെ അന്വേഷിക്കുക. കുഴൽപ്പണക്കേസിൽ BJP തൃശൂർ ജില്ലാ ഓഫീസ് സെക്രട്ടറിയായിരുന്ന തിരൂർ സതീശന്റെ വെളിപ്പെടുത്തൽ 24 പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ഈ തുടരന്വേഷണത്തിന് തീരുമാനമെടുത്തിരിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് BJPയെ കനത്ത പ്രതിരോധത്തിലാക്കിയ കൊടകര കള്ളപ്പണക്കേസിന്റെ തുടരന്വേഷണത്തിനാണ് പുതിയ സംഘത്തെ തീരുമാനിച്ചത്. കള്ളപ്പണം കൊണ്ടുവന്നത് BJPക്ക് വേണ്ടിയെന്നായിരുന്നു തിരൂർ സതീഷ് 24-ലൂടെ വെളിപ്പെടുത്തിയത്. 2021 ഏപ്രിൽ 7-നാണ് കൊടകര പോലീസ് കേസ് ആദ്യം രജിസ്റ്റർ ചെയ്യുന്നത്. തുടർന്ന് നടന്ന അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ 22 പേരെ പ്രതികളാക്കി 2021 ജൂലൈ 23-ന് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. പിന്നീട് ഒരാൾ കൂടി അറസ്റ്റിലായതിന്റെ അടിസ്ഥാനത്തിൽ 2022 നവംബർ 15-ന് അധികമായി ഒരു കുറ്റപത്രം കൂടി സമർപ്പിച്ചു. രാഷ്ട്രീയമായി പ്രതിരോധത്തിലായതോടെയാണ് സർക്കാർ തുടരന്വേഷണത്തിന് തീരുമാനിച്ചത്. കുറ്റപത്രം സമർപ്പിച്ച കേസായതിനാൽ തുടരന്വേഷണത്തിന് കോടതിയിൽ നിന്നും അനുമതി തേടിയിരുന്നു. തുടരന്വേഷണത്തിന് 8-അംഗ സംഘത്തെയാണ് നിയോഗിച്ചിട്ടുള്ളത്. തൃശൂർ DIG തോംസൺ ജോസ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കും. കൊച്ചി DCP സുദർശൻ IPS ആണ് അന്വേഷണ സംഘത്തലവൻ. മുൻപ് കേസ് അന്വേഷിച്ച ഇരിങ്ങാലക്കുട DYSP VK രാജുവിനെ അന്വേഷണ സംഘത്തിൽ നിലനിർത്തി. കൊടകര SHO, വലപ്പാട് SI ഉൾപ്പെടെ 8 പേരാണ് സംഘത്തിലുള്ളത്. 24 തിരുവനന്തപുരം. പ്രൈം ടൈം തുടരുകയാണ്. ഇന്നത്തെ വാർത്താപ്പകലിൽ വന്നുപോയ വാർത്തകളിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണമാണ് ഇനി. എനിക്കറിയാം ചിലപ്പോൾ ഇന്നത്തെ വോട്ട് ചെയ്യാൻ പോകുന്ന തിരക്കുണ്ടായിരുന്നു, മറ്റുള്ള അലച്ചിലൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ വാർത്താ ചാനലുകൾ കണ്ടില്ലെന്ന് വരാം, വാർത്തകൾ കാണാതെ പോയി എന്ന് വരാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വലിയ സൗകര്യപ്രദമായ കാര്യം പകൽ ഉണ്ടായ വാർത്താപ്പകൽ.
കണ്ണൂർ മുൻ ADM കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ TV പ്രശാന്തന്റെ മൊഴിയെടുത്ത് അന്വേഷണ സംഘം. മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിലെയും കരാറിലെയും ഒപ്പ് തന്റേത് തന്നെയെന്ന് TV പ്രശാന്തൻ. തനിക്ക് 2 ഒപ്പുണ്ടെന്നും TV പ്രശാന്തന്റെ പ്രതികരണം. രാഹുൽ മാങ്കൂട്ടത്തലിന്റെ പ്രചാരണ വീഡിയോ CPIMന്റെ FB പേജിൽ വന്ന സംഭവത്തിൽ മെറ്റയ്ക്ക് അപേക്ഷ നൽകി പോലീസ്. ഫേസ്ബുക്ക് മാതൃ കമ്പനിയെ സമീപിച്ചത് വീഡിയോ പോസ്റ്റ് ചെയ്തത് ആരാണെന്ന് കണ്ടെത്താൻ. തർക്കത്തെ തുടർന്ന് CPIM തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റി സമ്മേളനം നിർത്തിവെച്ചു. ജില്ലാ സെക്രട്ടറി നേരിട്ട് പങ്കെടുത്ത സമ്മേളനമാണ് അലങ്കോലപ്പെട്ടത്. നിലവിലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് റിപ്പോർട്ട് അവതരണത്തിന് അനുമതി നൽകാത്തതാണ് തർക്കത്തിന്റെ തുടക്കം. സമൂഹ മാധ്യമമായ എക്സിൽ നിന്ന് പിന്മാറി ബ്രിട്ടീഷ് മാധ്യമം ദ ഗാർഡിയൻ. തീവ്ര വലത് നിലപാടും വംശീയതയും നിറയുന്ന പ്ലാറ്റ്ഫോമായി ഇലോൺ മസ്കിന്റെ എക്സ് മാറിയെന്ന വിമർശനം. ആലപ്പുഴയിൽ കാപ്പ കേസ് പ്രതി പോലീസുകാരെ ബൈക്കിടിച്ച് പരിക്കേൽപ്പിച്ചു. കരിയിലക്കുളങ്ങര പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരായ അരുണിനും സലിമിനും പരിക്ക്. ആക്രമണം കാപ്പ കേസ് പ്രതികളെ അറസ്റ്റ് ചെയ്ത് മടങ്ങുമ്പോൾ. ബാറിനു വേണ്ടി സ്കൂളിന്റെ പ്രധാന കവാടം മാറ്റിപ്പണിയുന്നു എന്നാരോപിച്ച് തിരുവനന്തപുരം SMVHS സ്കൂളിന് മുന്നിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. 200 മീറ്റർ ദൂരപരിധി ഉറപ്പാക്കാനാണ് സ്കൂളിന്റെ കവാടം പൊളിക്കുന്നത് എന്ന് വിദ്യാർത്ഥികൾ. ബ്രിട്ടീഷ് എഴുത്തുകാരി സമന്ത ഹാർവേയ്ക്ക് 2024 ബുക്കർ പുരസ്കാരം. ഓർബിറ്റൽ എന്ന സയൻസ് ഫിക്ഷൻ നോവലിനാണ് പുരസ്കാരം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ 6 യാത്രികർ ഭൂമിയെ വലം വയ്ക്കുന്നതാണ് നോവലിന്റെ പ്രതിപാദ്യം. ഇനി കുറ്റകൃത്യങ്ങളുടെ വാർത്താ ലോകം നമ്മൾ പരിശോധിക്കുന്നു. ഹലോ പോലീസ് സ്റ്റേഷനാണോ? പോലീസ് പരക്കം പാഞ്ഞു നടക്കുമ്പോഴും കൊച്ചിയിലെ ജനവാസ മേഖലകളിൽ സ്പായുടെ മറവിൽ നടക്കുന്നത് പെൺവാണിഭം. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ യുവതികളും കേരളത്തിലെ ചില കോളേജ് വിദ്യാർത്ഥിനികളും സംഘത്തിൻ്റെ ഭാഗമാകുന്നു. കൊച്ചിയിലെ മസാജിംഗ് കേന്ദ്രങ്ങളെക്കുറിച്ച് 24 നടത്തിയ അന്വേഷണത്തിൻ്റെ നടുക്കുന്ന വിവരങ്ങൾ. നഗരമധ്യത്തിൽ പരസ്യമായാണ് കച്ചവടം. എന്ത് കച്ചവടമെന്നല്ലേ? സ്ത്രീയുടെ ശരീരത്തിനും മാനത്തിനും തൂക്കവും വിലയും നിശ്ചയിക്കുന്ന പെൺവാണിഭം തന്നെ. കൊച്ചിയിലെ പെൺവാണിഭ സംഘങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ആയുർവേദിക് സ്പായുടെ മറവിലാണ്. അധികാരികളുടെയും ജനങ്ങളുടെയും മൗനം മുതലാക്കി നിരവധി സെക്സ് റാക്കറ്റുകളാണ് തിരക്കുപിടിച്ച കൊച്ചി നഗരത്തിൽ പ്രവർത്തിക്കുന്നത്. ഹാപ്പി എൻഡിംഗ് എന്നാണ് കോഡ്. അത് പറഞ്ഞാൽ വിളിക്കുന്ന കസ്റ്റമറിന്റെ ഏത് ലൈംഗിക ആവശ്യവും തൃപ്തിപ്പെടുത്തുവാൻ തയ്യാറായി ആളുകളെത്തും. കലൂർ, ഇടപ്പള്ളി, നോർത്ത് റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലാണ് ആയുർവേദിക് സ്പായുടെ മറവിൽ അനാശാസ്യ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. കലൂരിലെ സ്പായുടെ ഉടമസ്ഥനെ ആവശ്യക്കാരൻ എന്ന പോലെ ഞങ്ങൾ വിളിച്ചു. നമുക്ക് ഈ ആഴ്ച ഏതെങ്കിലും ഒരു ദിവസം എന്നുള്ളതായിരുന്നു. ഒരു ഹാപ്പി എൻഡിംഗ് ഒക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ വരുന്നത്. ചൂസ് ചെയ്യാൻ പറ്റുമോ? ഒരു 22 മുതൽ 35 വരെ ഉണ്ട്. കോളേജ് കുട്ടികളാണോ? അതുകൊണ്ട് കുറച്ചു നാളുകൾക്ക് മുൻപാണ് കൊച്ചിയിലെ സ്പാ മസാജിംഗ് സെന്ററുകളെ കേന്ദ്രീകരിച്ച് പോലീസിന്റെ മിന്നൽ പരിശോധന നടന്നത്. എന്നാൽ പേരിന് മാത്രം നടക്കുന്ന അത്തരം തിരച്ചിലുകൾക്കപ്പുറം നടപടി കാര്യക്ഷമമല്ല. മസാജിംഗ് ലൈസൻസ് ദുരുപയോഗം ചെയ്താണ് അനാശാസ്യം. ഭക്തിയെയും ആയുർവേദത്തെയും മറയാക്കി രാപ്പകൽ വ്യത്യാസമില്ലാതെ ലൈംഗിക കച്ചവടം നടത്തുകയാണിവർ. വടക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും മസാജിങ്ങിനെത്തിക്കുന്ന സ്ത്രീകളെയും ചൂഷണത്തിന് വിധേയരാക്കുന്നു. ദൈഷ എന്ന യൂണിസെക്സ് സ്പായുടെ ഉള്ളിലുള്ളത് അന്യസംസ്ഥാന ലോബിയാണ്. എറണാകുളം നോർത്തിൽ സ്ഥിതി ചെയ്യുന്ന മോക്ഷ മസാജിംഗ് സ്പായിലും ഉപഭോക്താക്കൾക്ക് ഇഷ്ടപ്പെട്ട തെറാപ്പിസ്റ്റുകളെ തിരഞ്ഞെടുക്കാം. ആളുകളെയും മസാജിംഗ് മുറികളും കണ്ട് മസാജിങ്ങിന് താല്പര്യമില്ലെന്ന് അറിയിച്ചാൽ റിസപ്ഷനിൽ ഇരിക്കുന്നവരുടെ വിധം മാറും. ചൂസ് ചെയ്യാൻ പറ്റും. ഇത് രണ്ടുപേരും ഉള്ളതാണല്ലോ. ഇവിടെ എന്തെങ്കിലും ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ? 8 കൊല്ലമായോ? ലൈസൻസും ഉണ്ട്. മൊത്തം മലയാളികളല്ലേ? ഇത്തരം കേന്ദ്രങ്ങളിൽ നിരീക്ഷണം നടത്തുവാനുള്ള എല്ലാ സംവിധാനവും പോലീസിനുണ്ട്. എന്നിട്ടും നിർഭയം തുടരുകയാണ് സ്പായുകളുടെ പ്രവർത്തനം. ഒരിക്കൽ പെട്ടുപോയി എന്ന ഒറ്റ കാരണത്തിന്റെ പേരിൽ
ഈ സെക്സ് റാക്കറ്റുകളുടെ പിടിയിൽ നിന്ന് വഴുതാനാകാതെ ഒട്ടനവധി പെൺകുട്ടികൾ, അവരിൽ ഭൂരിഭാഗവും കോളേജ് വിദ്യാർത്ഥിനികൾ. അവരുടെ മോചനം സാധ്യമാകാത്തത് നമ്മുടെ പോലീസ് സംവിധാനങ്ങളുടെ പിടിപ്പുകേടെന്ന് പറയാതെ വയ്യ. വിഷ്ണു കച്ചേരിക്കും AS അഭിജിത്തിനുമൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. എന്തായാലും കൊച്ചി സിറ്റി പോലീസ് ഗൗരവമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ വിഷ്ണു സുരേഷ് ഒരു വാർത്ത അറിയിക്കുന്നു. ഫ്രഞ്ച് പൗരൻ ഓടയിൽ വീണ സംഭവത്തിൽ ഹൈക്കോടതിയുടെ വിമർശനം. സംഭവം കേരളത്തിൽ നാണക്കേടായി. ടൂറിസം ഭൂപടത്തിൽ കേരളത്തിൻ്റെ വിലയിടിക്കുന്ന സംഭവമാണ് കൊച്ചിയിൽ അരങ്ങേറിയത്. റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടറോട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇന്ന് ആവശ്യപ്പെട്ടു. മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസ് ഉൾപ്പെടെയുള്ളവർ ബലാത്സംഗം ചെയ്തുവെന്ന പൊന്നാനി സ്വദേശിയുടെ പരാതിയിൽ കേസെടുക്കാനുള്ള ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. വീട്ടമ്മയുടെ പരാതിയിൽ കേസെടുക്കണമെന്ന് പൊന്നാനി മജിസ്ട്രേറ്റ് കോടതിക്ക് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നൽകിയ ഉത്തരവാണ് ഇന്ന് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയത്. വീട്ടമ്മയുടെ പരാതി വീണ്ടും പരിശോധിച്ച് മജിസ്ട്രേറ്റ് കോടതിക്ക് ഉചിതമായ തീരുമാനമെടുക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഇരയായ വീട്ടമ്മ നൽകിയ പരാതി പരിശോധിച്ച് കേസെടുക്കാൻ പൊന്നാനി മജിസ്ട്രേറ്റ് കോടതിക്ക് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. ഇത് പ്രകാരം മജിസ്ട്രേറ്റ് കോടതി FIR രജിസ്റ്റർ ചെയ്യാൻ ഉത്തരവിടുകയും ചെയ്തു. ഇതിനെതിരെ പൊന്നാനി CI വിനോദ് നൽകിയ അപ്പീലിലാണ് നടപടി. സിംഗിൾ ബെഞ്ച് ഉത്തരവ് നിയമപരമായി നിലനിൽക്കില്ല എന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം. തുടർന്ന് മജിസ്ട്രേറ്റ് കോടതി നടപടികൾ സ്റ്റേ ചെയ്ത് വാദം കേട്ട ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് ഇന്ന് റദ്ദാക്കി. വീട്ടമ്മയുടെ പരാതിയിൽ മജിസ്ട്രേറ്റ് കോടതി വീണ്ടും പരിശോധിച്ച് ഉചിതമായ തീരുമാനമെടുക്കണമെന്നും ഇതിനോട് എതിർപ്പുള്ളവർക്ക് സാധ്യമായ മറ്റ് നിയമവഴികൾ തേടാമെന്നും കോടതി വ്യക്തമാക്കി. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി നൽകിയിട്ടും കേസെടുത്ത് അന്വേഷിക്കുന്നില്ല എന്നാരോപിച്ചാണ് വീട്ടമ്മ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചത്. എന്നാൽ വീട്ടമ്മയുടെ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തിയെന്നും മൊഴിയിൽ നിറയെ പൊരുത്തക്കേടാണെന്നും സർക്കാർ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്ത് അന്വേഷിക്കാനുള്ളതൊന്നും കണ്ടെത്തിയില്ല എന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. 24 കൊച്ചി. പ്രൈം ടൈം തുടരുകയാണ്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഫയൽ നീക്ക വിവരങ്ങൾ രേഖകൾ സഹിതം 24 പുറത്തുവിടുകയാണ്. റിപ്പോർട്ടിൽ സർക്കാർ നടപടിയെടുത്തില്ല. ക്രിമിനൽ ചട്ടപ്രകാരം തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന റിപ്പോർട്ടിലുണ്ടായിരുന്നു. എന്നാൽ ക്രിമിനൽ നടപടി സ്വീകരിക്കാൻ സാധ്യതയില്ലെന്നായിരുന്നു റിപ്പോർട്ടിന്മേൽ നടപടി വൈകിപ്പിച്ചതിന് സർക്കാർ നൽകിയ വാദം. 24 എക്സ്ക്ലൂസീവ് ഷെവീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുകയാണ്. ഷെവീദ്, കൂടുതൽ വിവരങ്ങൾ എന്താണ്? SKN 2017 സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ചൂഷണങ്ങൾ ഇതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി പഠിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ സർക്കാർ നിയോഗിക്കുന്നത്. അതിനുശേഷം എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ആ റിപ്പോർട്ട് പുറത്തു വന്നത്? അതിന്മേലുള്ള സാങ്കേതിക തടസ്സം എന്തൊക്കെയെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. പക്ഷേ അതിന്മേൽ സർക്കാർ അടയിരുന്നു. പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു. സർക്കാർ ആ റിപ്പോർട്ട് അട്ടിമറിച്ചു എന്നടക്കമുള്ള വലിയ ആക്ഷേപം അത് പ്രതിപക്ഷം പല ഘട്ടങ്ങളിലും ഉന്നയിച്ചതാണ്. ഒടുവിൽ നിർണായകമായ ചില രഹസ്യവിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അത് തടഞ്ഞു വെച്ചുകൊണ്ടായിരുന്നു ആ റിപ്പോർട്ട് പിന്നാലെ വെളിച്ചം കണ്ടതും. ഏതായാലും ഈ സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മളുടെ പക്കൽ കിട്ടിയിരിക്കുന്ന രേഖകൾ 2017 ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹേമ കമ്മിറ്റി ഈ പഠനം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ അതിന് അനുമതി കൊടുത്തതിന് ശേഷം 2020 ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ നടന്ന ചില ഫയൽ കൈമാറ്റങ്ങൾ, അതല്ലെങ്കിൽ ഫയൽ കൈമാറ്റവുമായി ബന്ധപ്പെട്ട നോട്ടുകൾ, അതാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം, സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത് വൈകിയതിനു ശേഷം സർക്കാരിൻ്റെ ഇക്കാര്യത്തിലെ ന്യായം എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ക്രിമിനൽ നിയമ നടപടി ചട്ടപ്രകാരം നിയമ നടപടികൾ, തുടർ നടപടികൾ സ്വീകരിക്കാൻ സാധ്യതകളില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സാങ്കേതികമായ തടസ്സങ്ങൾ ഉണ്ട് എന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ വാദം. എന്നാൽ 2020 ഫെബ്രുവരി മാസം മുഖ്യമന്ത്രിയും അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി അടക്കം ഒപ്പുവെച്ച നോട്ടുകൾ, ആ നോട്ടുകളിൽ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ചില വിഷയങ്ങൾ പൊതുവെ ക്രിമിനൽ ശിക്ഷാ നിയമം നടപടിക്രമങ്ങളുടെ IPC CRPC നടപടിക്രമങ്ങളുടെ ഭാഗമായി വരുന്നവയാണ്. മാത്രവുമല്ല, ഇന്ന് പറയുന്ന ഒരു ഭാഗം അത് കൃത്യമായി നമ്മളുടെ പക്കൽ ആ നോട്ടിൽ പറയുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഭാഗം അത് സുപ്രധാനമായ മറ്റൊരു വിവരമാണ്. അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു വാദം സർക്കാർ ഉയർത്തി. എന്നാൽ ഈ റിപ്പോർട്ടിൽ, ഈ നോട്ടിൽ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ഈ വനിതാ കമ്മീഷനിൽ ലഭിച്ച പരാതിയുടെ തുടർ നടപടികൾക്കായി റിപ്പോർട്ടിൻ്റെ പകർപ്പ് രഹസ്യമായി സംസ്ഥാന പോലീസ് വകുപ്പ് മേധാവിക്ക് സർക്കാരിൽ നിന്ന് ലഭ്യമാക്കിയിട്ടുണ്ട്.
ഈ സാഹചര്യത്തിൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഉള്ളടക്കവും നിർദ്ദേശങ്ങളും വ്യക്തമായി പരിശോധിച്ച് ഇക്കാര്യത്തിൽ ആവശ്യമായ ഭരണപരവും നിയമപരവുമായ തുടർ നടപടികൾ സ്വീകരിക്കണം. അതായത് ഇതിൽ ഈ ക്രിമിനൽ ചട്ടപ്രകാരം തുടർ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ ഏതെങ്കിലും തരത്തിൽ തയ്യാറായിരുന്നില്ല എന്നുള്ള കാര്യം ഇത് വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ ഗുരുതരമായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കോൾഡ് സ്റ്റോറേജിൽ വെക്കാൻ സർക്കാർ കൂടി സഹായിച്ചു, അല്ലെങ്കിൽ സർക്കാരിന് കൂടി ആഗ്രഹമുണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട് ഈ നോട്ടുകൾ. ഇനി സുപ്രധാനമായ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമുക്ക് ഇതിൽ ചൂണ്ടിക്കാണിക്കാനുണ്ട്. അതിൽ ഈ മുൻ മന്ത്രിയുടെ അടക്കം യോഗം വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. 2020 സെപ്റ്റംബർ മാസം റിപ്പോർട്ടിലെ തുടർ നടപടികൾക്കായി വകുപ്പ് മന്ത്രി യോഗം വിളിക്കണമെന്ന് കുറിച്ചിരുന്നു, നിർദ്ദേശിച്ചിരുന്നു. 2020 നവംബർ 4-നും 2021 ജനുവരി 9-നും യോഗം വിളിച്ചെങ്കിലും യോഗം കൂടാൻ കഴിഞ്ഞില്ലെന്നും ഈ റിപ്പോർട്ടിൽ, നമ്മളിപ്പോൾ ഈ പുറത്തുവിടുന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതായത് ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് സമയമുണ്ടായിരുന്നെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ യോഗം ചേരുന്നതിൽ വീഴ്ച സംഭവിച്ചു. ഷബീദ് റാവുത്തർ, താങ്കൾ തുടരണം. ഇപ്പോൾ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുകയാണ്. നമസ്കാരം. താങ്കൾ അദ്ദേഹം ടെലിഫോണിലാണുള്ളത്. യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ പുറത്തുവിടുന്ന ഒരു രേഖാപ്രകാരം യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാർ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാതെ അടയിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തമസ്കരിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ചെയ്യാവുന്ന എല്ലാ നടപടികളും എടുത്തു. എത്രയോ ദീർഘകാലമായി ഇതുപോലൊരു റിപ്പോർട്ട് ഗവൺമെന്റ് കയ്യിൽ വന്നിട്ട് അത് പൊടിയടിക്കുന്നതിന് വേണ്ടി അനുവദിക്കുകയാണ് ചെയ്തത്. IPCയുടെ പുതിയ നിബന്ധന അനുസരിച്ച്, പുതിയ അമെൻമെന്റ് അനുസരിച്ച് ഇതുപോലെ ഒരു കേസ് ഗവൺമെന്റിന് മുമ്പിൽ വന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് പോലീസിന് കൊടുക്കുകയാണ്, അന്വേഷണം നടത്തുകയാണ്, നടപടിയായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. വ്യക്തികളുടെ കാര്യത്തിൽ പോലും ഇതാണ് സ്ഥിതി. അങ്ങനെ ഇരിക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ടും അതിദീർഘകാലം ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ റിപ്പോർട്ട് നടക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും എടുത്തു എന്നുള്ളതിന് ഇതിനേക്കാൾ കൂടുതൽ ഒരു തെളിവിന്റെ ആവശ്യമേ ഇല്ല. ഗവൺമെന്റ് ഈ കാര്യത്തിൽ വളരെ തെറ്റായ പ്രവർത്തനമാണ് നടത്തിയത്. വളരെ തെറ്റായ ഒരു നടപടിയാണ് എടുത്തത്. കാരണം ഗവൺമെന്റ് മുമ്പിൽ എത്തിയിരിക്കുന്ന റിപ്പോർട്ടിനകത്തെ കാര്യങ്ങൾ ഏറെക്കുറെ ജനങ്ങളുടെ മുമ്പിലുണ്ട്. അതിനകത്തെ പല കാര്യങ്ങളും അപമാനിക്കുന്ന രൂപത്തിലുള്ളതാണ്, സ്ത്രീത്വത്തെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലാണ്. അതിനൊക്കെ IPC വ്യവസ്ഥയനുസരിച്ച് 354 അനുസരിച്ച് യഥാർത്ഥത്തിൽ നടപടി എടുക്കുന്നതിന് വേണ്ടി ഗവൺമെന്റിന് ഉത്തരവാദിത്വമുണ്ട്. ഇതൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് കിട്ടിയിരുന്നത് എങ്കിൽ വിത്തിൻ 24 hours അവർ FIR ഇട്ട് കേസെടുത്തേ മതിയാവും. ഇനി FIR എടുത്ത് കേസെടുക്കുന്നില്ലെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥനെ കൂടി പ്രതിയാക്കിക്കൊണ്ട് ഇതിന്റെ വാദിഭാഗത്തുള്ള ആളിന് മുന്നോട്ട് പോവുകയും ചെയ്യാൻ പറ്റും. ഇതാണ് നിയമവ്യവസ്ഥ നിലനിൽക്കുന്നത്. ഈ വ്യവസ്ഥ നിലനിൽക്കുമ്പോഴാണ് വളരെ ക്രിമിനൽ ഒഫൻസ് ആണ് ഗവൺമെന്റ് ചെയ്തത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, താങ്ക് യു ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഷബീദ് റാവുത്തർ തുടരുകയാണ്. ഷബീദ്, യഥാർത്ഥത്തിൽ ഇത് ഗവൺമെൻറ് ഇതുവരെയുള്ള അവകാശവാദം തിരിച്ചായിരുന്നല്ലോ. ഇപ്പോൾ ഈ നോട്ടുകൾ നമ്മൾ വിളിച്ചു പറയുന്നത് ഗവൺമെൻറ് ഇതിൽ നടപടി എടുത്തില്ല എന്ന് തന്നെയല്ലേ? SK ഉറപ്പായിട്ടും അതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ നേരത്തെ ഈ വിവാദമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ആദ്യ ഭാഗം പുറത്തു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം 2017 ആരംഭിച്ച് 2020 ഇക്കാര്യത്തിൽ കൃത്യമായ വിവരങ്ങളും ധാരണകളും ഒക്കെ സർക്കാരിന് മുൻപിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇത്രയും വർഷം എന്തുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചെന്നുള്ള ചോദ്യം പ്രതിപക്ഷം ഉന്നയിച്ചു. പക്ഷേ നമ്മളിപ്പോൾ ഈ പുറത്തു വരുന്ന നോട്ടിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്. അത് ഈ സർക്കാർ നോട്ടാണ്. ആ സർക്കാർ നോട്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സീലും ഒപ്പുമുണ്ട്, മുൻ മന്ത്രി AK ബാലന്റെ സീലും ഒപ്പുമുണ്ട്, വകുപ്പ് സെക്രട്ടറിമാരുടെ സീലും ഒപ്പും അടക്കമുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ക്രിമിനൽ ചട്ടപ്രകാരം തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന കൃത്യമായ നോട്ടുണ്ടായിട്ടും സർക്കാർ ഏതെങ്കിലും തരത്തിൽ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറായില്ല. മാത്രവുമല്ല, പരാതികൾ ലഭിച്ചിട്ടില്ലെന്നുള്ള സർക്കാരിന്റെ വാദം അതും തള്ളുകയാണ് റിപ്പോർട്ടിൽ. ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ചില കാര്യങ്ങൾ വനിതാ കമ്മീഷന് മുൻപ് പരാതിയായി എത്തിയിട്ടുണ്ട്. അക്കാര്യത്തിൽ ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് രഹസ്യമായി കൈമാറിയിരുന്നു. അക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കണം, അത് നിയമപരമായ
സാമ്പത്തികമായും അതേപോലെ തന്നെ ഭരണപരവുമായ കാര്യങ്ങൾ പൂർത്തീകരിക്കണമെന്ന ആ നോട്ടിൽ തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. എന്നിട്ടും നമുക്കറിയാം SKN, ഈ വിഷയത്തിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം കഴിയുന്നതുവരെ ഏതെങ്കിലും തരത്തിലുള്ള തുടർ നടപടികൾ ഉണ്ടായില്ല. തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ യോഗം വിളിക്കണമെന്ന ആ നോട്ടിൽ കൃത്യമായി മെൻഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ അതിൽ യോഗം വിളിച്ചിട്ടില്ല. ആ യോഗം വിളിക്കാനുള്ള ഡേറ്റ് അത് 2 തവണ നിശ്ചയിക്കുകയും പിന്നീട് ആ ഡേറ്റിൽ യോഗം ചേർന്നില്ല എന്നും പറയുമ്പോൾ സ്വാഭാവികമായും സ്ത്രീ പ്രാധാന്യം, അതല്ലെങ്കിൽ സ്ത്രീകൾക്ക് വലിയ സുരക്ഷ ഒരുക്കുന്നു എന്ന് പറയുന്ന ഒരു സർക്കാർ സംവിധാനം എവിടെയാണ് പിഴച്ചത്, എവിടെയാണ് സുരക്ഷ ഒരുക്കിയത് എന്നുള്ള ചോദ്യം അത് ഉയരുന്നുണ്ട്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഇത്രയധികം വിവരങ്ങൾ ഉണ്ട്, സാംസ്കാരിക വകുപ്പിന് മുൻപിൽ ഒരു റിപ്പോർട്ടായി ഉണ്ട്. അത് സംസ്ഥാനത്തെ തന്നെ ഒരു വലിയ വ്യവസായ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ചൂഷണങ്ങൾ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ഉണ്ടായിട്ടും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇനിഷ്യേറ്റീവ് ഉണ്ടായില്ല. സർക്കാർ അതിന് ഭരണപരമായിട്ടുള്ള ചില തടസ്സങ്ങൾ, സാങ്കേതിക തടസ്സങ്ങൾ അത് മാത്രം കണ്ടു. അത് പരിഹരിക്കാൻ ഏതെങ്കിലും തരത്തിൽ യോഗം ചേർന്ന് തുടർ നടപടികൾ കൈക്കൊള്ളണമെന്നുള്ള തീരുമാനം അത് ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് നടത്തിയില്ല, അത് അട്ടിമറിച്ചു എന്നുള്ളത് ഒന്നാമത്തെ വിവരം. രണ്ടാമത്തെ വിവരം, അതിനുശേഷം SKN നമ്മൾ ഈ പറഞ്ഞ 2020 നവംബർ 4-നും 2021 ജനുവരി 9-നും യോഗം വിളിച്ചു. പക്ഷേ ആ യോഗം കൂടിയിട്ടില്ല എന്നുള്ളത് ആ ഉത്തരവിൽ, ആ നോട്ടിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പിന്നീട് യോഗം ചേർന്നത് രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം 2021 ജൂലൈ 13-നാണ്. ആ യോഗത്തിൽ സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ കേസുകളിൽ നടപടിക്രമങ്ങൾ ത്വരിതഗതിയിലാക്കുന്നതിന് ലീഗൽ എയ്ഡ് ആൻഡ് കൗൺസിലിംഗ് സെൽ രൂപീകരിക്കണം എന്ന് തീരുമാനിച്ചിരുന്നു. എന്നാൽ ആ തീരുമാനവും അട്ടിമറിച്ചു എന്നീ രേഖകൾ വ്യക്തമാക്കുന്നു. അങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ചെറുതല്ലാത്ത വീഴ്ചകൾ സംഭവിച്ചു എന്ന ഈ നോട്ടുകൾ, അല്ലെങ്കിൽ ഈ സർക്കാർ സംവിധാനങ്ങൾ തന്നെ പകർത്തിയ നോട്ടുകൾ, അതിൽ നമ്മൾ ആവർത്തിച്ച് പറയുന്നു, ഏതെങ്കിലും കൃത്രിമമായി ഉണ്ടാക്കിയ നോട്ടുകളാകാൻ ഒരു വഴിയുമില്ല. കാരണം ആ ഫയൽ നീക്കം സംബന്ധിച്ച് ഏതാണ്ട് 90 പേജുകളുള്ള നോട്ടുകൾ, ആ വിവരങ്ങളാണ് ഇപ്പോൾ നമ്മുടെ പക്കലുള്ളത്. അതിൽ ഓരോ നോട്ടിലും കൃത്യമായി മെൻഷൻ ചെയ്യുന്നുണ്ട് ഏത് കാലത്താണ്, ഏത് മാസത്തിലാണ്, ഏത് വർഷത്തിലാണ് ഈ ഫയൽ നീക്കങ്ങൾ അതല്ലെങ്കിൽ നടന്നിട്ടുള്ളത്. കൃത്യമായി ആഭ്യന്തര വകുപ്പ്, പൊതുഭരണ വകുപ്പ്, സാംസ്കാരിക വകുപ്പ് ഇവിടങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ കാലക്രമേണ ഓരോ ഘട്ടത്തിലും കാര്യമായിട്ടുള്ള വൈകലുണ്ടായി. അത് ബോധപൂർവമുള്ള വൈകലെന്ന പ്രതിപക്ഷ ആക്ഷേപത്തിന് മൂർച്ച കൂട്ടുകയാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്ന ഈ വാർത്തയും വിവരങ്ങളും. SKN. താങ്ക് യു ഷബീദ് റാവുത്തർ. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഷബീദ് നമ്മളുമായി പങ്കുവച്ചത്. ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ക്രിമിനൽ ചട്ടപ്രകാരം തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന നോട്ടിനെ അവഗണിച്ചാണ് സംസ്ഥാന സർക്കാർ ഇത്രകാലവും നടപടിയെടുക്കാതെ പോയത് എന്നാണ് ഷബീദ് റാവുത്തർ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്ന് വെളിപ്പെടുത്തിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഫയൽ നീക്കത്തിൻ്റെ 90 പേജുള്ള വിവരങ്ങളും മനസ്സിലാക്കിയതിന് ശേഷമാണ് ഷബീദ് റാവുത്തർ നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ വിവാദമുണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. കൽപ്പാത്തി ഉത്സവ് ഇന്ന് ലോകോത്തര ഫാഷൻ ഷോയ്ക്ക് വേദിയായി. നിങ്ങൾക്കറിയുന്ന പോലെ ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയം പാലക്കാട് നടക്കുന്ന ഈ എക്സ്പോയിൽ ഇന്ന് വലിയൊരു ഫാഷൻ ഷോ അരങ്ങേറി. ഫ്ലവേഴ്സ് ബ്രൈഡ്സ് ഓഫ് ഇന്ത്യ ഫാഷൻ ഷോ പാലക്കാട്ടുകാർ നിറകൈകളോടെയാണ് സ്വീകരിച്ചത്. പിന്നണി ഗായിക ഡോക്ടർ വിജയലക്ഷ്മിയും ജീവനും നയിക്കുന്ന മ്യൂസിക്കൽ നൈറ്റ് ഉത്സവവേദിയിൽ ഇപ്പോൾ തുടരുകയാണ്. നിഖിൽ പ്രമേഷ് വിശദാംശങ്ങളുമായി ചേരും. നിഖിൽ, യഥാർത്ഥത്തിൽ ഇന്നത്തെ വേദിയിൽ ഫാഷൻ ഷോ ആയിരുന്നോ? SKN ഗുഡ് ഈവനിങ്. ഇന്നിപ്പോൾ വൈക്കം വിജയലക്ഷ്മിയുടെ ഒരു പ്രോഗ്രാം, മനോഹരമായ അവരുടെ ഒരു പ്രോഗ്രാം നമ്മുടെ വേദിയിൽ കഴിഞ്ഞു. അതിനു മുൻപ് ഒരു ഫാഷൻ ഷോ ഉണ്ടായിരുന്നു. സത്യത്തിൽ വൈക്കത്തെ കേൾക്കാൻ വേണ്ടി മാത്രം ഒരുപാടധികം കാണികൾ ഇന്നിവിടേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. അവരുടെ പരിപാടിയാണ് നമ്മൾ നേരത്തെ തന്നെ പരസ്യം ചെയ്ത് അറിയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിപ്പോൾ വൈക്കം വിജയലക്ഷ്മി ആ പരിപാടി കഴിഞ്ഞ് അതിൻ്റെ ഒരു ആവേശത്തിൽ ഇങ്ങനെ നമ്മളൊപ്പം ഉണ്ട്. SKNന്റെ 1 കോടിയിലൊക്കെ വന്നതാണ്. എങ്ങനെയുണ്ടായിരുന്നു പരിപാടി ഇന്നത്തെ? നല്ല സുഖമായിരുന്നു കേട്ടോ. നല്ല സൗണ്ട് സിസ്റ്റവും എല്ലാവരും നല്ല സപ്പോർട്ട്, ഓർക്കസ്ട്ര ആണെങ്കിലും എല്ലാവരും പാട്ടും, കലാകാരൻ ശ്രീഹരി ആണെങ്കിലും ജീവൻസിന്റെ എല്ലാവരുടെയും പാട്ടും അടിപൊളി, കോമഡി അടിപൊളി. ചേച്ചി, ഞാൻ ഈ ഇന്ന് വാനക്കോണിൽ പാടിയ സമയത്ത് അവിടെ മുന്നിലുണ്ടായിരുന്നു. സത്യത്തിൽ നമുക്ക് എല്ലാവർക്കും രോമാഞ്ചം വന്നു. ഞങ്ങളൊക്കെ പരസ്പരം അത് പറയുമായിരുന്നു. വളരെ മനോഹരമായിരുന്നു, ഗംഭീരമായിരുന്നു. ഈ പാലക്കാട് ഒരുപാട് തവണ പ്രോഗ്രാമിന് വന്നിട്ടുണ്ട്. എന്താണ് മുൻപൊക്കെ വന്നപ്പോൾ അനുഭവം? നല്ല അനുഭവം തന്നെയായിരുന്നു കേട്ടോ. എന്നാൽ പ്രത്യേകിച്ച് ഫ്ലവേഴ്സ് ടിവിയുടെ പരിപാടിക്ക് വരാൻ പറ്റിയതിന് ഭാഗ്യം. എല്ലാ പ്രോഗ്രാമും ഫ്ലോറിൽ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആണോ? സുരേഷ് ചേട്ടനൊക്കെ എല്ലാവരും സൂപ്പറല്ലേ ഫ്ലവേഴ്സിൽ? എല്ലാവരും സൂപ്പറാണ്. ഫ്ലവേഴ്സ് ടിവിയിൽ എല്ലാ പരിപാടിയും സൂപ്പറാണ്. സുരേഷ് ചേട്ടൻ, ബൈജു ചേട്ടൻ, പ്രസാദ് ഏട്ടൻ, കണ്ണേട്ടൻ, വിജ്ഞാനകൻ, എല്ലാവരും ഇല്ലേ? ഹാപ്പി അല്ലായിരുന്നു പ്രോഗ്രാം? സൂപ്പർ സൂപ്പർ, വളരെ നന്നായിരുന്നു. എന്തായാലും ഇവരൊക്കെ ഇതാ വൈക്കം വിജയലക്ഷ്മി, എങ്ങനെ ഉണ്ടായിരുന്നു പ്രോഗ്രാം? സൂപ്പർ, അടിപൊളി. ഇവർ നമ്മളെ സ്ഥിരം ആൾക്കാരാണ്, ദിവസവും പരിപാടി കാണാൻ വരുന്ന ആളുകളാണ്. അവരൊക്കെ SKN വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിന്ന് മടങ്ങുന്നത്. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിലും നാളെയും ഫാഷൻ ഷോയുടെ ഒരു 2ാം പതിപ്പുണ്ട്.
അത് എന്താ പറയുക, പാലക്കാട് ഇന്നോളം കണ്ടിട്ടില്ലാത്തൊരു വിസ്മയം തന്നെയായിരിക്കും ഒരുക്കുക. ഇന്നിപ്പോൾ കശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ബ്രൈഡ്സിനെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു ഫാഷൻ ഷോ ആയിരുന്നു നടന്നത്. നാളെയും സമാനമായ രീതിയിലുള്ള ഒരു ഫാഷൻ ഷോയ്ക്ക് നമ്മുടെ ഈ ഫ്ലവേഴ്സ് കൽപ്പാത്തി ഉത്സവ വേദി സാക്ഷിയാകും. വരുന്ന 17 വരെയാണ്, പാലക്കാട്ടുകാർ ഓർക്കുക, 17 വരെയാണ് പരിപാടികൾ നടക്കുന്നത്. ഇനിയിപ്പോൾ പ്രസീത ചാലക്കുടി വരുന്നുണ്ട്, സ്റ്റാർ മാജിക്കിലെ താരങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ ഇനിയുള്ള ഓരോ ദിവസവും നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങൾ ഫ്ലവേഴ്സ് കൽപ്പാത്തി ഉത്സവ വേദിയിൽ എത്തുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയം പാലക്കാടാണ് കൽപ്പാത്തി രഥോത്സവം പ്രമാണിച്ചുള്ള ഫ്ലവേഴ്സിൻ്റെ പ്രത്യേക എക്സ്പോ അരങ്ങേറുന്നത്. ഉച്ചയ്ക്ക് 3 മണി മുതൽ നിങ്ങൾക്ക് അതിൽ പ്രവേശിക്കാം. കൽപ്പാത്തി രഥോത്സവം പ്രമാണിച്ച് പ്രത്യേക സൗജന്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാലക്കാട് നടക്കുന്ന ഈ വേദിയിൽ ഒരുപാട് കലാകാരന്മാർ, പ്രതിഭാധനരായ ഒരുപാട് കലാകാരന്മാർ എത്തിച്ചേരുന്നുണ്ട്. നാളെയും അത്തരം കലാകാരന്മാരുടെ സാന്നിധ്യം ഇതിന് നിറപകിട്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ ചെല്ലുക, നേരത്തെ എൻജോയ് ചെയ്യുക. ഇനി പ്രൈം ടൈം തുടരുകയാണ്. ഇനി ലോകമെമ്പാടുമുള്ള പാലക്കാട്ടുകാർക്ക് ആവേശം പകരുന്ന കൽപ്പാത്തി രഥോത്സവ വിശേഷങ്ങൾ. രഥോത്സവം കോ സ്പോൺസേഡ് ബൈ UGS ഗോൾഡ് ലോൺ. സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. കൽപ്പാത്തി അഗ്രഹാര വീഥികളിൽ രഥപ്രയാണം ആരംഭിച്ചു. 1ാം തേരുത്സവത്തിൽ പുതിയ കൽപ്പാത്തി വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമിയും ഗണപതിയും വള്ളി സമേത സുബ്രഹ്മണ്യനും തേലേറി. 100 കണക്കിന് ആളുകൾ തേരുവലിക്കാൻ കൽപ്പാത്തിയിൽ എത്തിച്ചേർന്നു. ബിപിൻ സി വിജയൻ കൽപ്പാത്തിയിൽ നിന്നും തത്സമയം ചേരുകയാണ്. ബിപിൻ സി വിജയൻ, പറയൂ, കൽപ്പാത്തിയിൽ വലിയ ആവേശമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, പറയൂ. അതേ SKN, ഇപ്പോൾ ലോകപ്രസിദ്ധമായിട്ടുള്ള കൽപ്പാത്തി രഥോത്സവത്തിന് ഇന്ന് ആരംഭമായിരിക്കുന്നു. 11 മണിയോട് കൂടിയാണ് വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിൽ നിന്ന് രഥപ്രയാണം ആരംഭിച്ചത്. ശിവപാർവതിമാർ ഉള്ള ഒരു രഥവും ഗണപതിയുള്ള മറ്റൊരു രഥവും 3ാമത്തെ രഥത്തിൽ സുബ്രഹ്മണ്യനും, അങ്ങനെ 3 രഥങ്ങളാണ് ഇന്ന് പ്രയാണത്തിന് വേണ്ടി തുടക്കം കുറിച്ചത്. ഈ ഒരു പ്രയാണത്തിൽ തന്നെ ഇന്നിപ്പോൾ സ്ഥാനാർത്ഥികളും നേതാക്കളും എല്ലാവരും തന്നെ രഥം വലിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഒരു 11:30 കൂടി ഒരു 150 മീറ്ററോളമാണ് ഈ 3 രഥങ്ങൾ ഇന്ന് വലിച്ചത്. അങ്ങനെ ഭക്തരെ കാണുന്നതിന് വേണ്ടി ഈ ദേവന്മാരെല്ലാവരും എത്തുന്നു എന്നുള്ളതാണ് ഒരു ഐതിഹ്യമുള്ളത്. അങ്ങനെ അഗ്രഹാരങ്ങൾ തേടി ഇവരൊക്കെ വരികയാണ് ഭക്തരെ കാണുന്നതിന് വേണ്ടി. അപ്പോൾ അതേ ആദ്യത്തെ ഘട്ടമായിരുന്നു ഈ ഒരു 11:30 കൂടി. ഉച്ചയ്ക്ക് ശേഷമായിരുന്നു അടുത്ത ഘട്ടം ആരംഭിക്കുകയും ചെയ്തത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ മന്തക്കര മഹാഗണപതി ക്ഷേത്രത്തിലാണ്. ഇപ്പോൾ നാളെയാണ് 2ാമത്തെ തേരുത്സവമുള്ളത്. ഈ 2ാമത്തെ തേരുത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ഈ മന്തക്കര മഹാഗണപതി ഈ തേരിലേക്കുള്ള ഒരു രഥാരോഹണം ആണ്. രഥാരോഹണം കഴിഞ്ഞതിന് ശേഷം രഥപ്രയാണം ഈ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുകയും ചെയ്യും. 3ാമത്തെ ദിവസം ഇപ്പോൾ പഴയ കൽപ്പാത്തിയിൽ നിന്നും അതുപോലെ തന്നെ ചാത്തപ്പുരം ക്ഷേത്രത്തിൽ നിന്നുമുള്ള രഥപ്രയാണങ്ങളും കൂടി ഉണ്ടാകും. അങ്ങനെ 15-ാം തീയതി വൈകുന്നേരം ത്രിസന്ധിയോടുകൂടിയാണ് ഈ എല്ലാ രഥങ്ങളും കൂടി സംഗമിക്കുന്ന രഥസംഗമം നടക്കുക. ലോകപ്രസിദ്ധം തന്നെയാണ്. 10,000-കണക്കിന് ആളുകളാണ് ഇന്നും ഇവിടെ ക്ഷേത്രത്തിൽ തൊഴാനും ഒപ്പം തന്നെ രഥം വലിക്കുന്നതിനുമായി എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ കൽപ്പാത്തിയിലേക്ക് പല നാടുകളിൽ നിന്ന്, കേരളത്തിൽ നിന്ന് മാത്രമല്ല പുറമേ നിന്ന് പോലും വലിയ രീതിയിലുള്ള ഒരു ഒഴുക്ക് ഉണ്ടായിരുന്നു. അതിപ്പോഴും തുടരുന്നു. ഇപ്പോൾ ഏകദേശം ഇതാ 10 മണിയിലേക്ക് എത്തുകയാണ്. ആ ഒരു ഒഴുക്ക് ഇപ്പോഴും തുടരുകയാണ്. അമ്മ എവിടുന്ന? അടുത്ത് വേട്ടയ്ക്കൊരുമൻകാവ് അമ്പലത്തിന്റെ അടുത്ത് വരികയാണ്. ഇപ്രാവശ്യം കൽപ്പാത്തി രഥോത്സവത്തിന് നല്ല തിരക്കുണ്ടല്ലോ. നാൾക്ക് നാൾ ഇമ്പ്രൂവ് ആയിട്ട് വരുന്നു. അതൊരു ദേശീയോത്സവം പോലെ ആയിക്കഴിഞ്ഞു. 10 ദിവസം ഉത്സവം തന്നെ. ഇപ്പൊ 10 ദിവസമായിട്ടുണ്ടല്ലേ? ദേശീയോത്സവം തന്നെയാണ്. ദേശീയോത്സവം പോലെ 10 ദിവസം ആൾക്കാരുണ്ട്. ഈ 3 ദിവസം കണ്ടിട്ടല്ലേ പോവുള്ളൂ? ഓ, അടുത്ത് തന്നെ 10 മിനിറ്റ് ജസ്റ്റ് വാക്ക് തന്നെ. ഇങ്ങനെ പാലക്കാട്ടുകാരും വലിയ സന്തോഷത്തിലും ആവേശത്തിലുമാണ് ഈ കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ച്. കാരണം തിരഞ്ഞെടുപ്പ് മാറ്റിയത് കൊണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെ രഥോത്സവം ആഘോഷിക്കാനും പറ്റുന്നുണ്ട്. ഇന്നിപ്പോൾ 3 സ്ഥാനാർത്ഥികളും എല്ലാവരും ഒരുമിച്ചെത്തുകയും അവർ ഈ പറഞ്ഞതുപോലെ തന്നെ രഥം വലിക്കാനൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇനിയുള്ള 15-ാം തീയതി വൈകുന്നേരം വരെ കൽപ്പാത്തി ഇത് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ ഒരു കാല് കുത്താൻ ഇടമില്ലാത്ത രീതിയിലാണ് ഈ 10 മണിക്കുമുള്ള ഒരു തിരക്കുള്ളത്. ഇതിങ്ങനെ രാവിലെ വരെ നീളുന്നു. പിന്നീട് രാവിലെ ആവുമ്പോൾ വീണ്ടും പൂജാ ചടങ്ങുകളും എഴുന്നള്ളത്തും ഒപ്പം തന്നെ രഥപ്രയാണവും ആരംഭിക്കുകയാണ്. ഇപ്പോൾ മറ്റു വാഹനങ്ങൾക്കൊന്നും ഇങ്ങോട്ടേക്ക് പ്രവേശനമില്ലാത്ത രീതിയിൽ പൂർണ്ണമായും രഥപ്രയാണത്തിന് മാത്രമായി ഈ കൽപ്പാത്തിയിലെ വീഥികൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. മറ്റ് താലൂക്ക്, ഇപ്പോൾ പാലക്കാട് താലൂക്കിലും അവധിയടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരുപാട് കടകളും രസകരമായിട്ടുള്ള കുറേ കാഴ്ചകളുമൊക്കെയായി വലിയ സന്തോഷത്തിലാണ് കൽപ്പാത്തി ഇപ്പോഴുള്ളത്. SKN. താങ്ക് യു. ബിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ കൂടുതൽ കാഴ്ചകളാണ് നമുക്ക് ലഭിച്ചത്. ഇനി നാളെ എന്തൊക്കെയാണ് നമ്മൾ പ്രിക്കോഷൻസ് എടുക്കേണ്ട കാര്യം, എന്തൊക്കെ അറിയിപ്പുകൾ, വാർത്തകൾ, ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. കേരളം നാളെ
ഫീസ് വർധനവിനെതിരെ കേരള കാലിക്കറ്റ് സർവകലാശാലകളിലെ മുഴുവൻ ക്യാമ്പസുകളിലും നാളെ KSUവിൻ്റെ പഠിപ്പ് മുടക്കുണ്ടാകും. അനുകൂലമായ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഈ മാസം 23-ാം തീയതി നടക്കുന്ന കേരള സർവകലാശാലയുടെ പരീക്ഷകൾ തടയുമെന്ന് KSUവിൻ്റെ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മഴയ്ക്കും അതേപോലെ ഇടിമിന്നലിനും സാധ്യതയുണ്ട് നാളെ. എറണാകുളം ജില്ലയിലെ മുഴുവൻ സഹകരണ ബാങ്കുകൾക്കും നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷം അവധിയാണ്. സഹകരണ വാരാഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം കളമശ്ശേരിയിൽ നടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അന്തരിച്ച മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ MD പത്മയുടെ സംസ്കാരം നാളെയാണ്. ബസ്കിലെ പൊതുശ്മശാനത്തിൽ നാളെ രാവിലെ 11 മണിയോടെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടക്കും. തിരുവനന്തപുരം കരകുളത്തെ മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഗതാഗത നിയന്ത്രണത്തിലെ ആശയക്കുഴപ്പം പരിഹരിക്കാൻ നാളെ അവലോകന യോഗം ചേരും. കരകുളം പഞ്ചായത്ത് ഓഫീസിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന യോഗത്തിന് മന്ത്രി GR അനിൽ നേതൃത്വം കൊടുക്കും. കണ്ണൂർ ADM ആയിരുന്ന K നവീൻ ബാബുവിനെതിരായ പരാതിയിലുള്ളത് തൻ്റെ ഒപ്പ് തന്നെയെന്ന് കൈക്കൂലി ആരോപണം ഉന്നയിച്ച TV പ്രശാന്തൻ. തനിക്ക് 2 ഒപ്പുകൾ ഉണ്ടെന്നാണ് പ്രശാന്തൻ്റെ ഇപ്പോഴത്തെ പ്രതികരണം. പ്രത്യേക അന്വേഷണ സംഘം TV പ്രശാന്തനെ വിളിച്ചു വരുത്തി ഇന്ന് അദ്ദേഹത്തിൻ്റെ മൊഴിയെടുത്തു. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്നാരോപിച്ച് TV പ്രശാന്തൻ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലെ ഒപ്പും പെട്രോൾ പമ്പിനായി നിശ്ചയിച്ച സ്ഥലത്തിന്റെ പാട്ടക്കരാറിലെ ഒപ്പും വ്യത്യസ്തമായിരുന്നു. പിന്നാലെ മുഖ്യമന്ത്രിക്ക് നൽകിയെന്ന് പറയുന്ന പരാതി വ്യാജമായി ഉണ്ടാക്കിയതെന്ന വിവരങ്ങൾ പുറത്തുവന്നു. കോടതിയിൽ പോലും ആ പരാതിയെക്കുറിച്ച് PP ദിവ്യ മിണ്ടിയില്ല. എന്നാൽ മുഖ്യമന്ത്രിക്ക് താൻ തന്നെയാണ് പരാതി നൽകിയതെന്ന് TV പ്രശാന്തൻ ആവർത്തിച്ചു. ഒപ്പം തനിക്ക് 2 ഒപ്പുകളുണ്ടെന്ന വിചിത്രവാദവും. രണ്ടും എന്റെ ഒപ്പാണ്. രണ്ടൊപ്പുണ്ട്. പറയാനില്ല. മതി വിട്ടോളൂ. ഇങ്ങോട്ട് വേറൊന്നും പറയാനില്ല. പ്രത്യേക സംഘം അന്വേഷണം ഏറ്റെടുത്തതിനു ശേഷം ആദ്യമായാണ് TV പ്രശാന്തന്റെ മൊഴി രേഖപ്പെടുത്തുന്നത്. കേസിൽ ഗൂഢാലോചന, ബിനാമി ഇടപാടുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നില്ലെന്ന വിമർശനം ഉയർന്നിരുന്നു. ഇതിനിടെയാണ് അന്വേഷണ സംഘത്തിന്റെ പുതിയ നീക്കം. 24 കണ്ണൂർ. നമുക്കിനി കാണാം വാൽകൃഷ്ണ. ഒരാത്മകഥയിലെ കുറച്ച് പേജുകൾ എന്ന് ചില ആളുകളെ വല്ലാത്ത പൊല്ലാപ്പിലാക്കി. സർക്കാരിനെയും പാർട്ടിയും വെട്ടിലാക്കിയ ആ പേജുകൾ രാഷ്ട്രീയ കേരളത്തെ പിടിച്ചു കുലുക്കുക തന്നെ ചെയ്തു. ഈ ആത്മകഥയിലെ ഭാഗങ്ങൾ വായിച്ചിട്ട് ക്ഷീണം മാറ്റാൻ കട്ടൻ ചായയും പരിപ്പൂടയും കഴിച്ചത് ആരെല്ലാമാണ്? കാണാം അഫ്സൽ തയ്യാറാക്കിയ വാൽകൃഷ്ണ. അവനാടിയിലുള്ള എല്ലാ അസ്ത്രവും കഴിഞ്ഞോ? ഇല്ല സഖാവേ, ഈപ്പിടെ കയ്യിലേ ചെറിയൊരു സാധനം ഉണ്ട്. ഇത്ര ചെറിയ ഇദ്ദേഹം സുപ്രസിദ്ധ നോവലിസ്റ്റ് സാഗർ കോട്ട. ഞാൻ എഴുതുന്ന നോവലുകൾ വായിച്ചു കാണും, അത് മുഴുവൻ സത്യമാണെന്നാണ് അഭിപ്രായം. അല്ലേ? അല്ല. പരിപ്പൂടയും ചായയും ബീഡിയുമാണ് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രധാന ഭക്ഷണം. തനിക്ക് അറിഞ്ഞൂടെ? മാഷെ, ഒരു കട്ടൻ ചായയും ചൂടോടുക്കനെ ഒരു പരിപ്പൊടി എടുക്കട്ടെ. എന്താണ് തമാശ? കട്ടൻ ചായയും പരിപ്പൊടിന്ന് കേട്ടാല് സഖാക്കളൊക്കെ പതാ ചൂടാവണം. പണ്ടൊക്കെ ഈ കട്ടൻ ചായയും പരിപ്പൊടിന്ന് കേട്ടാല് എല്ലാ വിഷമങ്ങളും മാറി ഓരോ മുഖത്ത് ഒരു പ്രകാശം ഇങ്ങോട്ട് പരക്കുമായിരുന്നു. ഇന്ന് രാവിലെ തൊട്ടിട്ട് കട്ടൻ ചായയും വേണ്ട, പരിപ്പൊടിയും വേണ്ട. ഓരോന്ന് വരുമ്പോഴും പാർട്ടി പ്രതിസന്ധിയിലാണ് പ്രതിസന്ധി. അങ്ങനെയാണെങ്കിൽ എത്ര കൊല്ലം മുമ്പേ പാർട്ടി ഇല്ലാണ്ടാവണം. നിങ്ങൾ പറഞ്ഞ പാർട്ടി അനുസരിച്ച് പ്രതിസന്ധി ആണെങ്കിൽ ചേലക്കരയും വയനാടും ഒക്കെ സഖാക്കള് വോട്ടർമാരെ വോട്ട് ചെയ്യിക്കാൻ കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങനെ വോട്ടർ ലിസ്റ്റൊക്കെ തയ്യാറാക്കി ഇങ്ങനെ റെഡിയായി നിൽക്കുന്നു. അപ്പൊ അതാ അടക്കണു ഒരു കട്ടൻ ചായയും ഒരു പരിപ്പൊടി, നമ്മുടെ EP സഖാവിന്റെ വക. കുടുംബത്തിന് ശക്തിക്ഷയം ഉണ്ടായിട്ടുണ്ടാവാം. ചുരുക്കം വീട്ടുകാർ മാനം വിറ്റ് ജീവിച്ചിട്ടില്ലടാ. ആരാടാ നിന്നെ ഈ ദുശീലങ്ങളൊക്കെ പഠിപ്പിച്ചത്? അതിന്റെ പുറം കവർ ഞാൻ ഇന്ന് ഇപ്പൊ കാണുകയാണ്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു മാനിക്കുലേറ്റ് ചെയ്ത് സംഭവങ്ങൾ സൃഷ്ടിക്കുന്നത്? കട്ടൻ ചായയും പരിപ്പൊടി ഇങ്ങനെ നാട്ടുകാരെല്ലാവരും ആസ്വദിച്ച് ഇങ്ങനെ കഴിക്കുമായിരുന്നു. അപ്പണ്ട് ഓടി വന്നിട്ട് EP പറയണു, എൻ്റെ കട്ടൻ ചായയും പരിപ്പൊടിയും ഇങ്ങനെയല്ല, അത് ഇന്ന് വിതരണം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ലാന്ന്. ഞാൻ എൻ്റെ ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അത് പൂർത്തിയായില്ല. അത് പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടുമില്ല. സംഗതി മൂപ്പർ എഴുതിയ കാര്യങ്ങൾ എങ്ങനെയോ ലീക്കായി എന്നാണ് പറയണത്. ഇത് എനിക്ക് തോന്നുന്നത് ഞാനിത് ചെയ്യാൻ വേണ്ടി ടൈപ്പ് ചെയ്ത് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള കൊടുത്തിരിക്കുന്ന നേടുന്ന കുറച്ച് പേജ് വാങ്ങി എന്തോ മാനിക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റെവിടെയെങ്കിലും ഒളിപ്പിക്കണം. അത്രേ ഉള്ള അത് ഞാൻ ഒളിപ്പിക്കാം. ഒളിപ്പിച്ച് കഴിഞ്ഞ പിന്നെ എന്റെ കാണൂലല്ലോ. ഇത് എനിക്ക് തോന്നുന്നത് ഞാനിത്
ഇത് ചെയ്യാൻ വേണ്ടി ടൈപ്പ് ചെയ്ത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരുന്ന കുറച്ച് പേജ് വാങ്ങി എന്താ മാനിക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ലീക്കായി എന്നേ പറയണുള്ളൂ. അപ്പൊ ആ വരികളൊക്കെ അങ്ങനെ തന്നെ ഉണ്ടല്ലോ അല്ലേ? എല്ലാവരും മനസ്സിലാക്കട്ടെ എന്താ പുസ്തകത്തിലുള്ളതെന്ന്. അതുകൊണ്ട് വേഗത്തിൽ തന്നെ പൂർത്തിയാക്കി പ്രസിദ്ധീകരിക്കാൻ നടപടി സ്വീകരിക്കാം. അയാൾ കഥ എഴുതുകയാണ്, കഥ എഴുതി തീർന്നിട്ടില്ല. അപ്പൊ പുറത്ത് വന്ന പേജിൽ ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ ഇനി വരാത്ത പേജിൽ എന്തൊക്കെ ഉണ്ടാവും? ഇപ്പോൾ ഈ പുസ്തകത്തിൽ വന്നു എന്ന് പറയുന്ന ചില പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള എഴുത്തിലും വന്നിട്ടില്ല എന്നുള്ളത് അദ്ദേഹം തന്നെ പറയുന്നു. അത് വന്നിട്ടില്ലാന്നും എഴുതിയിട്ടില്ലാന്നും അത് പിന്നെ അങ്ങനെയാണല്ലോ. കണ്ണുകൊണ്ട് എഴുതിയതും അത് വായിക്കണതും കണ്ടാലും മൂപ്പര് പറഞ്ഞാലും പിന്നെ ഈ പേപ്പറും കഷ്ണങ്ങൾക്കൊന്നും ഒരു വിലയില്ല. ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒരു കാര്യവും പറയാനില്ല. പാർട്ടിക്ക് ഇതിൽ കൃത്യമായ ധാരണയുണ്ട്. സഖാവ് ജയരാജൻ തന്നെ പറഞ്ഞ ഉത്തരമാണ്. ഒരു തരത്തിലും ഞാൻ എഴുതിയതോ ഞാൻ പറഞ്ഞതോ ഞാൻ പ്രസിദ്ധീകരിക്കാൻ കൊടുത്തതോ എൻ്റെ പുസ്തകത്തിന്റെ ഭാഗമായിട്ടല്ല. ആനയുടെ വലുപ്പം അങ്ങനെയൊക്കെ അറിയില്ല. ഞാൻ സാറിന്റെ ഒരു ആരാധകരാന്നറിയാലോ. EP പറയണത് കേട്ടാലേ മൂപ്പര് ഇത് എഴുതാൻ വേണ്ടി പേനയും കൂടെ എടുത്തിട്ടില്ല എന്ന് തോന്നും. പക്ഷെ ഈ അടുത്തായിട്ടേ ഓരോ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ വരുമ്പോഴും EP-നെ പറ്റി ഓരോന്നിങ്ങനെ പുറത്ത് വരുന്നത് എന്താണെന്നാണ് മനസ്സിലാവാത്തത്. മാവുള്ള മാവിലേക്കല്ലേ എറിയൂ? അതിൽ സംശയമൊന്നുമില്ല. കായ്ക്കണ മാവിന് തന്നെയാണ് എറിയുക. ഇതിപ്പോ എറിയണത് ആരാന്ന് മനസ്സിലായി. ഏതൊക്കെ മാവിനാന്ന് ബാക്കി പേജുകളും കൂടെ പുറത്ത് വന്നിട്ട് പറയാം. ഈ വാൽകൃഷ്ണത്തോടെ പ്രൈം ടൈമിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി നമ്മൾ കാണുക നാളെ രാവിലെ 7 മണിക്ക് മോർണിംഗ് ഷോയിൽ. ഇനി പോലീസ് ഡയറിയുമായി ഗോകുൽ രവി എത്തുന്നു. നിങ്ങൾക്കൊരു നല്ല രാത്രി ഞാൻ നേരുന്നു. ഓവർ ടു ഗോകുൽ രവി. ഗുഡ് നൈറ്റ്.